പ്രണയത്തിന് കാലഘട്ടം ഒരു മാനദണ്ഡമാണോ? എടാ പോടാ ബന്ധം വന്നു കഴിഞ്ഞപ്പോ പിന്നെ ആരെ വേണമെങ്കിലും പോടാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. റെസ്പെക്ട് ഉള്ള എല്ലാവരെയും നമുക്ക് കയറി പ്രേമിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരുടെയും ആദ്യത്തെ പ്രണയമല്ല, പക്ഷെ അവസാനത്തെ പ്രണയമാണ്. പക്ഷെ ജെൻസി പറഞ്ഞ പ്രണയത്തിന്റെ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒരു പ്രണയത്തിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുക. പണ്ട് അതില്ലായിരുന്നു. കത്തുകളിൽ വിരിഞ്ഞ പ്രണയവും ചാറ്റുകളിൽ പൂക്കുന്ന പ്രണയവും തമ്മിലുള്ള അന്തരമെന്ത്? പ്രണയം എന്ന് പറയുന്നത് അന്നും ഇന്നും മാറ്റമുള്ളതായിട്ട് തോന്നുന്നില്ല. നമ്മൾ മീഡിയം ആണ് ചെയ്യുന്നത്. ലെറ്റർ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിങ്. മറുപടി കൊടുക്കാൻ വൈകിപ്പോയാൽ ആ ആളെ വേറെ ആളെ നോക്കി പോകും. പണ്ട് വെയിറ്റിംഗ് ഇല്ലായിരുന്നു. രണ്ട് തലമുറകളുടെ പ്രണയ ഭാഷകൾ നേർക്കുനേർ ഒരേ വേദിയിൽ. ഇപ്പോഴും ഞങ്ങൾ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. കാരണം അത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. പ്രണയാതുരമായ ഒരു മനസ്സുമായിട്ട് വരുന്ന ഒരുത്തിനോട് ഒരു കല്യാണമൊക്കെ കഴിച്ച ജീവിതം അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ലിവിംഗ് ടുഗദറും ഡേറ്റിംഗ് ഫേസും ഒക്കെ നമുക്ക് അതിന് തന്നെയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദിലെ ജീമ തമിഴ് ബൈ SKN, പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ജെൻസിയുടെ കാലമാണ്, പുതിയ തലമുറ. അതുകൊണ്ട് തന്നെ മിക്കവാറും കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നാം കാണുന്നു. പ്രണയകാലത്തും അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഒരു കാലത്ത് കത്തെഴുതുക, പിന്നെ കാത്തിരിക്കുക, അങ്ങനെ പ്രണയം വരിക. ഇപ്പം അങ്ങനെയല്ല. ആപ്പ് വഴിയും കമ്പ്യൂട്ടർ വഴിയും ഇൻ്റർനെറ്റ് വഴിയും ഓൺലൈൻ വഴിയും വാട്സാപ്പ് വഴിയും ഒക്കെ പ്രണയം പരക്കുന്ന ഒരു കാലത്താണ്. ജെൻസി പ്രണയത്തിനും കാലാന്തരത്തിൽ എന്ത് സംഭവിക്കുന്നു? പഴയ പ്രണയവും പുതിയ പ്രണയക്കാരും നമ്മൾ നേറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. കാര്യം എന്താണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് സിനിമ സീരിയൽ താരം ക്രിസ് വേണുഗോപാൽ, തലയോലപ്പറമ്പ് DB കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ലാലിമോൾ, HDFC ലൈഫിലെ അസോസിയേറ്റ് റീജിയണൽ ഹെഡ് ഷമ്മാസ് TA, ഷമ്മാസിന്റെ ഭാര്യയും മുൻ ഫെഡറൽ ബാങ്ക് മാനേജറുമായ ഫർവീന ഷമ്മാസ്, ഹാപ്പിനെസ് കോച്ചായ അഡ്വക്കേറ്റ് ഇന്ദുലേഖ, എറണാകുളം മിറക്കിൾ മൈൻഡ്സിലെ സൈക്കോളജിസ്റ്റ് രേഷ്മ കൃഷ്ണൻ, ചലച്ചിത്ര പിന്നണി ഗായിക അഞ്ജു ജോസഫ്, പ്രണയവിവാഹിതരായ ദമ്പതികൾ ചലച്ചിത്ര താരം ശിവ ദാമോദറിന്റെ ഭാര്യ സീരിയൽ താരം സോണിയ S, നൃത്താധ്യാപികയായ ദമ്പതികൾ കൃഷ്ണാനന്ദന്റെ ഭാര്യ ദീപ്തി കൃഷ്ണ, ജേർണലിസം വിദ്യാർത്ഥി നിർമ്മൽ പ്രകാശ്. അത് നിങ്ങളൊരു പ്രണയകാലത്തിന്റെ ചരട് പിടിച്ചാണെന്ന് തോന്നുന്നു. അതെ. ആണോ? കുറെ കാലത്തിന് മുമ്പാണോ? ഒരു 4-5 years ഒന്നിച്ച് അഭിനയിച്ചപ്പോ കണ്ടുമുട്ടിയതാണോ? അതോ അല്ല. ഞാൻ പ്രണയമായിരുന്നു. ജെൻസി പ്രണയം എന്ന് പറയാൻ പ്രണയം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ വല്ല വാട്സപ്പോ വല്ല ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയോ അതിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഒരു പഴയകാല ടൈപ്പ് ഒരു ആക്രമണം നടന്നത് ഇല്ല. ഞാൻ തിരുവനന്തപുരത്ത് കളരിപ്പയറ്റ് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ ആക്ടറാണ്. അപ്പൊ അതിന്റെ കൂടെ കളരിപ്പയറ്റും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ അത് ഞാൻ പഠിപ്പിച്ച സെന്ററിലേക്ക് സോണിയ വരുന്നുണ്ടായിരുന്നു. അല്ല, സോണിയ ഒരു ഫേമിൽ HR ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ടീം ലീഡ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ സെന്ററിലേക്കാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അത് പ്രണയത്തിലേക്ക് മാറിയതാണ്. ചേരുംപിടി ചേർന്നോ? ചേർന്നു. ചേരാൻ കുറെ കാലം എടുത്തോ? കുറച്ച് ദിവസം. ഈ കളരി പിടിച്ചോ? അതിന്റെ ഇടയ്ക്ക് കളരി എന്റെ ഗുരു ആയിരുന്നു. ഓൺലൈനായിട്ട് ഞാൻ പഠിച്ചിരുന്നു. ആരാ ഇത് ആദ്യം പറഞ്ഞത്? അത് അദ്ദേഹമായിരുന്നു. പ്രണയത്തിന്റെ കളരി ഉണ്ടല്ലോ, അദ്ദേഹമാണ്. അന്ന് ശോഭിച്ച് മടങ്ങിപ്പോയോ? അതോ അന്ന് ഞാൻ പറഞ്ഞില്ല. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം എടുത്തതിന് ശേഷമാണ്. ഈ കളരിക്കാരന്റെ കൂടെ ജീവിച്ചിട്ട് ബാലൻസ് ഷീറ്റ് പരിശോധിക്കും, എന്തുവാ സംഭവം? ടാലിയാണ്. അപ്പൊ അഞ്ജു, കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. കെട്ടിയോൻ കൂടെ ഇല്ലേ? കെട്ടിയോൻ ജോലിക്ക് പോയി. എന്ത് പറ്റി? ഇത് പ്രമാണിച്ചു പോയതാന്നോ? ജോലി ബാംഗ്ലൂരാ. അപ്പൊ എനിക്കൊന്ന് അഞ്ജു കയറി പ്രണയിച്ചാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പ്രണയിച്ചതാ. എവിടെ വെച്ച് കണ്ടുമുട്ടിയത് സ്കൂളിലാണ്. പക്ഷെ പ്രണയിച്ചത് അത് കഴിഞ്ഞിട്ടൊരു 10-12 കൊല്ലം കഴിഞ്ഞിട്ട്. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചോ? സ്കൂളില് ഒന്നാം ക്ലാസ്സിലോ? +1 അല്ലേ? ക്ലാസ്മേറ്റ്സാ? അന്ന് കോഴ്സ് കഴിഞ്ഞങ്ങ് പോയി. കോഴ്സ് കഴിഞ്ഞു പോയി. പിന്നെ എവിടെ വെച്ച് കണ്ടുമുട്ടി? വീണ്ടും ഇത് വേണ്ടാത്തൊരു പരിപാടി കൊടുക്കാൻ വീണ്ടും കണ്ടുമുട്ടിയത് മേ ബി കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടൊരു കൂട്ടുകാർ തന്നെയായിരുന്നു ഞങ്ങൾ അപ്പോഴും. അഞ്ജുവിന്റെ ബാൻഡൊക്കെ അടിച്ചു പൊളിക്കാന്ന് പറയുന്നുണ്ട്. അല്ലയോ? അത്യാവശ്യം കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജെൻസി കുട്ടികളായിട്ട് കയറ്റിമുട്ടിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. നല്ലതല്ലേ സാർ? സന്തുഷ്ടയാണോ ജീവിതത്തില്? വളരെയധികം, 100% പറയാം അല്ലേ? ഓക്കെ പ്രൊഫസറെ, നമ്മുടെ കാലമൊന്നും അല്ല ഇപ്പം. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ പ്രണയമൊക്കെ കാണുമ്പോൾ
എന്താ തോന്നുക? ആത്യന്തികമായി പ്രണയം എന്ന് പറയുന്നത് അത് ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പരം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ആ ഒരു അടുപ്പം ആണ്. പക്ഷേ എങ്കിലും കാത്തിരിപ്പ്, അതിനൊരു സുഖമുണ്ട്. ആ കാത്തിരുന്ന് കത്ത് വന്ന് അല്ലെങ്കിൽ ലാൻഡ് ലൈനിൽ വിളിച്ച് അതിനൊക്കെ കുറച്ച് നാൾ കാത്തിരിപ്പ്, അതിന് ക്ഷമയുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ക്ഷമയില്ല. അവരെല്ലാം വിരൽത്തുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ പെട്ടെന്നാണ്. വേണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം, അടുത്ത ദിവസം ബന്ധം വേർപെടുത്തണമെങ്കിൽ ബന്ധം വേർപെടുത്താൻ അവർ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രണയത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നല്ല രീതിയിൽ പ്രണയത്തെ കാണുന്ന കുട്ടികളും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പണ്ട് നമ്മള് ഇപ്പൊ എന്റെയൊക്കെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാല് പ്രണയിക്കുന്നത് ഒരു തെറ്റാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള പ്രണയിക്കുക അല്ലെങ്കിൽ പ്രേമിച്ച് വിവാഹം കഴിക്കാന്ന് വെച്ചാൽ മോശം കുട്ടികളുടെ സ്വഭാവം. അത്തരം ചിന്താഗതികളാണ് നമ്മളുടെയൊക്കെ വീട്ടിൽ വെച്ച് പുലർത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ഒക്കെ ആ ഒരു രീതിയിലാണ് പോയിരുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ പക്ഷെ അന്നും പ്രണയ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അത് വിരലിൽ എണ്ണാവുന്നതാണ്. ഇന്ന് വിരലിൽ എണ്ണാവുന്നതേ അറേഞ്ച്ഡ് മാരേജ് ഉള്ളൂ, ബാക്കി മുഴുവൻ പ്രണയ വിവാഹമാണ്. അപ്പൊ ഈ ഇത് ഇപ്പം ടെസ്റ്റ് കേസ് പോലും ഉണ്ട്. അതായത് ഈ കക്ഷി കൊള്ളാമെന്നറിയാൻ വേണ്ടി അയാളുടെ കൂടെ കല്യാണമൊന്നുമില്ല ജീവിക്കാം. അതിനും ആൾക്കാർ തയ്യാറാണ്. പേരൻസ് പോലും ഇന്ന് അതിന് വില്ലിങ് ആവുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല ഞാൻ ഈ കാലത്തിന്റെ ഒരു അപകടത്തെ കാണുന്ന ഒരു ടീച്ചറെ, ഈ കുറിയിലിരിക്കുന്ന ആൾക്കാരെ ഇവിടുന്ന് പ്രേമിക്കുന്നു. വലിയ ഡിഫറൻസ് വന്നിട്ടില്ലെന്ന് പറഞ്ഞാല് പണ്ട് ചക്രവർത്തിനി നിനക്കായി ഒരു പുഷ്പഗോപുരം തരുന്നത് നഗ്നപാതയായ അക്തവരെന്ന് പറഞ്ഞ് മര്യാദ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അത് മാറി ഇടയ്ക്ക് വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഐ എം തിങ്കിങ് ഓഫ് യു വരെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പം ഇഷ്ടമല്ലടാ എന്ന് പറഞ്ഞ പറഞ്ഞു എടാ വാടാ പോടാ ആ ലെവലായി. അപ്പൊ ആ ഒരു ഡിഫറൻസില് ഇത് പ്രണയത്തിലല്ല ഡിഫറൻസ്. ശരിക്കും വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാളോടുള്ള റെസ്പെക്ട് അത് പ്രണയമായി തീരുകയാണ് ചെയ്തത്. ഇപ്പൊ ബഹുമാനം ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയവും ഇല്ലെന്നർത്ഥം. എടാ പോടാ ബന്ധം വന്നു കഴിഞ്ഞപ്പോ പിന്നെ ആരെ വേണമെങ്കിലും പോടാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. ആ ലെവൽ കൂടിയാലും എടാ പോടാന്ന് വിളിച്ചൂടെ? ചില പ്രണയിക്കുന്നവർ അങ്ങനെ വിളിച്ചെന്ന് വരുമല്ലോ. അത് വിളിക്കുന്നതിൽ വ്യത്യാസം അറിയാം. ഇപ്പൊ കല്യാണത്തിന് മുന്നേ നമ്മൾ പപ്പി എന്നായിരിക്കും വിളിക്കുക. ഇതേ സാധനത്തിന് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പട്ടി എന്ന് വിളിക്കുന്നത് സെയിം ആണ്, ജീവി ഒന്നാണ്. പക്ഷെ വിളിക്കുന്ന ആ സ്റ്റൈലില് വ്യത്യാസം വരും. അതിപ്പോ എന്തിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കീലാണ്, ഞാനും വക്കീലാണ്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വരുന്നത് ലവ് മാരേജസിലാണ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് പ്രണയത്തിൽ ഒരു നല്ലൊരു പുണ്യം ഉണ്ടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും പറയും എന്താണ് ഡിവോഴ്സിന്റെ റീസൺ? കല്യാണമാണ്. കല്യാണം എന്നുള്ളത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഇപ്പൊ ആരാണ് ജോസഫ് അന്നംകുട്ടി അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മള് വില്ലിംഗ്ലി ഒരു കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നതാണ് ലവ് മാരേജ്. ആൾക്കാർ തള്ളിയിട്ടിട്ട് അല്ലല്ല പാമ്പ് അടിക്കണത് അങ്ങനെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എല്ലാവരും കൂടെ സമ്മതിച്ചിട്ടാണ് ചാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തള്ളിവിടുന്നതാണെന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ ഈതർ വേ നമ്മൾ കിണറ്റിൽ ചാടണം. പിന്നെ മാരേജും ലവും നമ്മൾ പ്രണയത്തിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇത് രണ്ടും എക്സ്ട്രീംലി ഓപ്പോസിറ്റിലുള്ള രണ്ട് സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. ചിലവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാം. ഒരു നിർബന്ധമില്ല. ആൻഡ് മാരേജ് കഴിഞ്ഞിട്ടും നല്ല അസലായിട്ട് പ്രേമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ അല്ലാതെയും പ്രേമിക്കുന്നവര് ചിലപ്പോ ഭാര്യ ആയിരിക്കില്ല വേറെ ആൾക്കാരെ പ്രേമിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എന്തിലേക്ക് പറഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എത്ര വലിയ റീസൺ വന്നാലും പിരിഞ്ഞു പോകാൻ താല്പര്യമില്ല. കാരണം ആ പ്രണയവും ആ റെസ്പെക്റ്റും തമ്മിലുണ്ട്. അത് ആ പ്രായം ചെല്ലുന്തോറും അത് ഉണ്ടാവും. ഇപ്പോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവൻ എങ്ങനെ നമുക്ക് ഊരി വിടാം, ഒരു സ്റ്റാൻഡ് ബൈ ഉണ്ടോ എന്ന് നോക്കുന്ന പറയുന്നത്. ഇവൻ എന്നാണ് അവൾ എന്ന് പറയുന്നില്ല. അങ്ങനെ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. രണ്ടും മെയിൽ ആൻഡ് ഫീമെയിൽ. ഞാൻ ആണായതുകൊണ്ട് ഞാൻ ഫീമെയിൽ എന്ന് പറഞ്ഞു. വിഷയം വരുന്നത് ഇപ്പൊ മാം നേരത്തെ പറഞ്ഞു, പ്രൊഫസറാണ് മാം നേരത്തെ പറഞ്ഞു പഴയകാല പ്രണയവും പുതിയകാല പ്രണയവും പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് അക്കാഡമിക് ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്കൂളിൽ എത്ര വലിയ പ്രശ്നം ചെയ്താലും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് വിദ്യാർത്ഥികളെ പ്രണയം ബുക്കുന്നതാണ്. അതായത് ഇവരുടെ കാലഘട്ടം പ്രണയത്തെ ഇത്രയും മനോഹരമായി കാണുന്ന കാലഘട്ടം തന്നെ അധ്യാപകർ തന്നെ പ്രണയത്തിന് സൗന്ദര്യം ഉണ്ടോ? സൗന്ദര്യം തീർച്ചയായും ഉണ്ട്. പിന്നെ മാം പറഞ്ഞ പോലെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമല്ലാണ് പ്രണയത്തിന് പല തലങ്ങളുണ്ട്. ആ പല തലങ്ങളിലേക്ക് എത്തിയാൽ നമുക്ക് ഇത് പ്രണയത്തിന്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ ഹൗസ് ഹോൾഡിലെ കാര്യം പറഞ്ഞു. ഹൗസ് ഹോൾഡിൽ പലതും ഇന്നത്തെ നമ്മുടെ പല ഹൗസ് ഹോൾഡിലും, അതായത് ഞങ്ങളുടെ ജെൻസി മിലേനിയൽ പേരൻസിന്റെ കാലഘട്ടത്തിൽ പോലും നമ്മൾ അപ്പനും അമ്മയും തമ്മിൽ നിന്ന് ഫ്ലേർട്ട് ചെയ്യുന്നയോ സ്നേഹിക്കുന്നയോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഫിസിക്കൽ അട്രാക്ഷൻ കാണുന്നില്ല. പലപ്പോഴും അതൊരു മക്കളുണ്ടായിട്ട് മാത്രം നിന്ന് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാത്രം പോകുന്നു. സൊസൈറ്റിയെ പേടിച്ചുകൊണ്ട് സൊസൈറ്റി ഡിപ്പെൻഡന്റ് ആണ് നമ്മൾ മാറുന്നത്.
അത് even- ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലല്ല ഇത് കാണിക്കുന്നത്, അടുത്ത വീട്ടുകാരനായിട്ടാണ് കാണിക്കുന്നത്. അവിടെയാ പ്രശ്നം. സർ ഈവൻ ഡിവോഴ്സ് റേറ്റ്സിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തെ വുമൺ ഇൻഡിപെൻഡന്റ് ആണ്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പവർ കൂടി. പണ്ടത്തെ കാലത്ത് ജോലി ഉണ്ടാവില്ല, വീട്ടമ്മയായിരിക്കും. അപ്പൊ അവർ ലൈക്ക് സൊസൈറ്റി എന്ത് തിങ്ക് ചെയ്യുന്ന പറഞ്ഞ് വീട്ടില് അഡ്ജസ്റ്റ് ചെയ്ത് സഹിക്കുക. നോർമലൈസ് ചെയ്ത് കാണാനും കൂടി പഠിക്കണം. ഞങ്ങൾ രണ്ടുപേരും കല്യാണം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണോ? അതെ. ആദ്യത്തെ 14 കൊല്ലമായിട്ട് അറിയാം. അല്ല, ആദ്യത്തെ പ്രണയമല്ല. അല്ലയോ? അല്ല, ഞങ്ങൾ രണ്ടുപേരുടെയും ആദ്യത്തെ പ്രണയമല്ല, പക്ഷെ അവസാനത്തെ പ്രണയമാണ്. ആന്നോ? അതെ, താങ്കളുടെ കാര്യം താങ്കൾ പറഞ്ഞോളൂ, അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞോളൂ. ഡിവോഴ്സ് ചെയ്തവരെ നമ്മള് നോർമലൈസ് ചെയ്ത് അവർക്കൊരു ജീവിതമുണ്ട്. അവരെന്തോ തെറ്റ് ചെയ്ത മാതിരിയുള്ള ഒരു നോട്ടം ചിലവർക്ക് കാണുന്നുണ്ട്. അവർക്കും ഒരു നോർമൽ ലൈഫ് ഇനിയും ലീഡ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കണം. അവരൊരു നോർമൽ എല്ലാ സുഖങ്ങളും എല്ലാം അനുഭവിക്കാനുള്ള ഒരു പ്രാപ്തരായിട്ടുള്ള ആൾക്കാരായിട്ട് അവർ കൺസിഡർ ചെയ്യണം. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ഇല്ലെങ്കിൽ നോ പറയാ, മുന്നോട്ട് പോവാ. മാരേജിലാണെങ്കിൽ പോലും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി ഇല്ലെങ്കിൽ ഒരു ലൈഫ് ഉള്ളൂ, വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ഇല്ല. ഡാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലോ? ഇപ്പോഴും ഉണ്ട്. ഓക്കെ ഓക്കെ, റെഡി. എന്താ പറയാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പഴയകാല പ്രണയവും പുതിയ കാല പ്രണയവും എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ മലയാള ചലച്ചിത്രങ്ങൾ തന്നെ നമുക്കൊരു ഡിപ്പിക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് താങ്കളൊക്കെ ഒരു കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് മാരേജിലായിരുന്നു. ഞങ്ങള് നമുക്ക് പ്രണയം ഉണ്ടായിരുന്നു, ബന്ധുക്കൾ തന്നെയായിരുന്നു. ശരിക്കും ബന്ധുക്കളെ പ്രേമിച്ചോ? ബന്ധുവായിരുന്നു. നമുക്ക് ശരിക്കും അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് മാരേജ് ആണ്, പക്ഷെ പ്രണയമായിരുന്നു. രണ്ടും കൂടെ മിക്സ്ഡ് ആണ്. എവിടെ വെച്ചാണ് നിങ്ങളുടെ സംഗമം? ഫാമിലി ഹൗസിൽ തന്നെ. അപ്പൊ എനിക്കും പക്ഷെ അറിയില്ലായിരുന്നു. ഇതേ നോക്കി നടക്കായിരുന്നു അല്ലേ? പുള്ളി ശരിക്കും അത് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് അറിയില്ല. കുറച്ച് കാലമായിട്ട് കൊണ്ടു നടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടുകാർ വഴിയാണ്, അതായത് ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്യുന്ന ഒരു December 31st പിന്നെ കല്യാണം കഴിക്കുന്നത് വരുന്ന August 26th. ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് നമുക്കിങ്ങനെ ഇത് ഫോൺ വിളിക്കാനും നേരിട്ട് കാണാനും ഒക്കെ അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഓൾറെഡി ഇതാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എങ്ങനെ ഒരു ലിബറൽ ചിന്താഗതി ഉള്ളവരാണോ അതോ ഇതൊക്കെ? അല്ല, വീട്ടിലെ ഫാമിലി അറിയാവുന്നവരായതുകൊണ്ട്. താങ്കളുടെ വീട്ടിലെ സാഹചര്യം? എന്റെ വീട്ടിലും ഞാൻ പ്രണയിക്കുന്ന വലിയ പാവാന്ന് വിശ്വസിക്കുന്ന വീട്ടുകാരാണോ? അതൊക്കെ ഉണ്ട്. അങ്ങനെ പറയുകയാണെങ്കില് പിന്നെ എനിക്കിപ്പോ ഫസ്റ്റ് ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഞങ്ങൾ സ്കൂളിൽ രാവിലെ പോവും വരികയും ചെയ്യുമ്പോൾ ഒരു വീട് കുറച്ചടുത്തായിട്ടൊരു പയ്യനും അവര് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും സ്കൂൾ സമയത്ത്. അപ്പൊ ഒരു ദിവസം ഞാൻ തനിച്ചിങ്ങനെ നടന്നതിന്റെ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പറപറാതെടുത്ത് ഓടി വീട്ടിൽ വന്നു. എന്റെ വരവൊക്കെ കണ്ട് ഉമ്മയും പപ്പയൊക്കെ പേടിച്ചു പോയി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് മിണ്ടാൻ പറ്റണില്ല. അപ്പൊ അവര് വിചാരിച്ച എന്താണെന്നറിയാവോ, എന്തോ ദേഹോപദ്രവം ചെയ്തു. എന്നിട്ട് അപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ മിണ്ടാൻ പറ്റാണ്ടെങ്കിൽ അവസ്ഥയിലിരിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് പപ്പയൊക്കെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയി ഫയർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതായത് ആ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞതാ. ബേസിക്കലി അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേറെ മാർഗങ്ങളില്ല, ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. ഈ താങ്കളിപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പൊ ഈ പുതിയ കാലത്തിലായിരുന്നു താങ്കൾ ജീവിച്ചിരുന്നെങ്കിൽ താങ്കൾ ഈ സോഷ്യൽ മീഡിയയും ഈ സാധ്യതകളെല്ലാം ഉണ്ട്, നെറ്റൊക്കെ തരുന്ന എല്ലാ സാധ്യതയും കൺമുന്നിലുണ്ട്. ഒരു പ്രണയേശ്വരൻ എന്നുള്ള നിലയിൽ ഫുൾ റേഞ്ചിൽ ബലസാം. ഇന്നത്തെ കാലഘട്ടത്തിൽ സാർ അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതിലോട്ട് സ്വാഭാവികമായിട്ടും ഞാൻ അതിലോട്ട് മൈഗ്രേറ്റഡ് ആയി പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമായിരുന്നു. അത് ഇന്നത്തെ സാഹചര്യവും ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ അങ്ങനത്തെ ഒരു ഇതിലോട്ടായിരിക്കും നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിലോട്ട് നമ്മൾ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജെൻഡറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ എന്റെ ജനറേഷൻ വരെ ജെൻഡറിൽ നമുക്ക് രണ്ട് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഫീമെയിൽ മാത്രമേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, സിസ്ജെൻഡർ, എജെൻഡർ, ജെൻഡർ ഫ്ലൂയിഡ് ഇങ്ങനെ പോവാണ്, തീർന്നിട്ടില്ല. 15 പേരെയൊക്കെ ഈ പട്ടിക നീണ്ടു പോകുന്നുണ്ട്. അപ്പൊ ഇതില് പ്രണയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഒരു ആണ് നാളെ ഒരു ആണിനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെ കേട്ടേ പറ്റൂ. ഒരു പെണ്ണിനെ കാരണം അവരുടെ പ്രണയം തന്നെയാണ്. പ്രണയം മാറുന്നില്ല. നിങ്ങൾ പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രണയമാണ് പറഞ്ഞത്. പക്ഷെ ജെൻസി പറയുന്ന പ്രണയത്തിന്റെ കോൺസെപ്റ്റ് ആണ്. സാർ ഇപ്പൊ സാറിന്റെ പേഴ്സണൽ ബയസുകളുടെ പ്രണയമല്ലേ സാർ പറയുന്നത്. പക്ഷെ ജെൻസി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഓക്കെ ഇങ്ങനത്തെ പ്രണയം എന്ന് പറയുന്നില്ല. പ്രൊഫസർ നമ്മളോട് പറഞ്ഞു നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ഭയങ്കര
ഫാസ്റ്റ് ആണ്. ആക്ച്വലി ഒരു ഫാസ്റ്റ് അല്ല, അവര് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഓക്കെ, ഈ ട്രാൻസ്പെറൻസി വരുമ്പോ ഇപ്പോൾ അവർക്ക് ഒരു ട്രാൻസ്പെറൻസി വേണോ രേഷ്മ? എനിക്ക് അതാ സംശയം. അല്ല, കാരണം പണ്ട് സോഷ്യൽ കൺഫോമിറ്റി കാരണം കുടുംബ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. കുട്ടികൾ വളരെയധികം ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് എത്തുന്ന ഒരു കാലമാണ്. നമുക്ക് രണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാം. പ്രണയം രണ്ടും, ഇപ്പൊ പഴയകാല പ്രണയമാണേലും പുതിയ കാല പ്രണയമാണേലും പ്രണയമാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ജെൻസിനെ ക്രിട്ടിസൈസ് ചെയ്യല്ല വേണ്ടേ. അതായത് ട്രാൻസ്പെറന്റ് ആണ് കുട്ടികൾ. ഇപ്പൊ ഒരു പ്രണയത്തിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഇന്ന്. പണ്ട് അതില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ മാത്രല്ല അങ്ങനെ തിരിച്ച് താല്പര്യം എന്ന് പറഞ്ഞാൽ പതുങ്ങി വന്ന് കുത്തിക്കൊല്ലാനും പഠിക്കല്ലേ. പണ്ട് കാലത്ത് ഇതേപോലെ കുത്തിക്കൊല്ലൊക്കെ നടന്നിട്ടുണ്ടാവും. നമുക്ക് സോഷ്യൽ മീഡിയ അത്രയും ആക്സസിബിൾ ആയതുകൊണ്ട് അറിയുന്നു. ടെക്നോളജി വളർന്നു. അതെ, നമ്മളിപ്പോ ന്യൂസ് പേപ്പറിലെ പണ്ടത്തെ കട്ടിങ്സ് എടുത്ത് നോക്കി അത് അപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. വേറൊരു കാര്യം തങ്ങൾക്ക് എന്തോ ഒരു ഹാപ്പിനെസ് പരിപാടി ഇല്ലേ? അതെ, അതെന്തോ അതിന്റെ പരിപാടി? ഞാൻ വരാം മാം. ലൈഫ് കോച്ച് പറയുന്ന പോലെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്ങിലാണ്. റിലേഷൻഷിപ്പ് ഹാപ്പിനെസിന്റെ ഞാൻ അൺഹാപ്പിയാണ്, എന്നെ എങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും? അത് അങ്ങനെ ചോദിക്കുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് കുറെ പ്രൊഡക്ടിവിറ്റി ഹാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി ചോദിച്ചാൽ മനസ്സിലായി. നമുക്ക് ലൈഫ് കോച്ചിന്റെ അടുത്ത് പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു കണ്ടെയ്ൻമെന്റ് ഇല്ല ലൈഫില്. തെറപ്പി അല്ല, പക്ഷെ നമ്മൾ കോച്ച് ചെയ്ത് മെന്റർ ചെയ്ത് നമ്മൾ അവരെ ബെറ്റർ ആക്കും. നമുക്കൊരു ഒരു കണ്ടെയ്ൻമെന്റ് ലൈഫിലുണ്ടാവും. അതിന്റെ ഒരു കാര്യം ആഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു, റെസ്പെക്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ കോൺട്രഡിക്ടറി ആയിട്ട് ഞാനും റെസ്പെക്ട് വേണമെന്ന് വളരെയധികം ഊന്നി നിൽക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഒരു കോട്ട്, ലിയോ ടോൾസ്റ്റോയിന്റെ കോട്ടാണ്, ഞാൻ വായിക്കാം. റെസ്പെക്ട് വാസ് ഇൻവെന്റഡ് ടു കവർ ദ എംപ്റ്റി പ്ലേസ് വെർ ലവ് ഷുഡ് ബി. പ്രണയം എവിടെയായിരുന്നോ ഇരിക്കേണ്ടിയിരുന്നത് അതവിടെ ഇല്ലാത്തപ്പോ അതിന് റെസ്പെക്ടിന്റെ മേമ്പടി കൊടുത്തിട്ട് അവിടെ നിലനിർത്തും. റെസ്പെക്റ്റും ലവും റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നാ ഞാൻ പറഞ്ഞത്. റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. രണ്ടും കൂടെ കോഎക്സിസ്റ്റിംഗ് അല്ല. നമുക്കിപ്പോ ഒരു സ്കൂളിൽ ചെല്ലുമ്പോ ഒരു ടീച്ചറിന്റെ അടുത്ത് ആദ്യം പേടി ഉണ്ടാവും, അത് കഴിഞ്ഞ് അത് റെസ്പെക്ട് ആവും. അവർ നമ്മൾ നന്നായിട്ട് വഴക്ക് പറയും. ഇന്ന് നമ്മൾ ഓർക്കുമ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വഴക്ക് പറഞ്ഞ ടീച്ചറെ ആയിരിക്കും. അത് ട്രോമയായിട്ട് മാറിയതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളോട് ചോദിച്ചാൽ. സാറിനോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. എന്ന് കരുതി എനിക്ക് സാറിനെ പ്രേമിക്കാൻ പറ്റില്ല. പ്രേമിച്ചാണോ കെട്ടിയത്? അതായത് പഴയ പ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എത്ര പരിശുദ്ധ പ്രണയമായിരുന്നു അത് എത്ര തീക്ഷ്ണമാണെങ്കിലും അതിനൊരു അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതിങ്ങനെ പബ്ലിക് ഇങ്ങനെ എല്ലാവരും കാണുക ആ ഒരു രീതിയിലല്ല. പക്ഷെ ഇന്നത്തെ എന്ന് വെച്ചാല് അത് വളരെ പരസ്യമാണ്. ആർക്കും എവിടെയും എന്ത്. ഞാൻ എന്താണ് പരിശുദ്ധ പ്രണയത്തിന്റെ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പവിത്രത, പരിശുദ്ധ പ്രണയത്തിൽ വരുമ്പോൾ പറയുന്നത്. നിങ്ങൾ ഈ പ്രണയത്തിൽ ഈ പവിത്രത എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നു, അവിടെ വരെ പരിശുദ്ധം. അടുത്ത വീട്ടുകാരന്റെ കൂടെ ഞാൻ പോയി കഴിയുമ്പോ പോകുന്നത് അത് മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. റെസ്പെക്ട് അഫ്കോഴ്സ് വരും. നമ്മള് ഒരു പാർട്ട്ണറുമായിട്ട് ഇമോഷണലി കണക്ട് ആയതിനു ശേഷമാണ് ഈ പറയുന്ന റെസ്പെക്ടിന്റെ എമൗണ്ട് കൂടുന്നത്, അല്ലേ? ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായി നമ്മൾ നിലനിന്ന് പോകുന്ന, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ലോങ് ടേം ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതില് റെസ്പെക്ട് ഉണ്ട്, ഇമോഷണലി ഡീപ്പ് കണക്ഷൻ ഉണ്ട്. സൈക്കോളജിസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഈ ആദ്യം റെസ്പെക്ട് ഇല്ലാതെ വെറും ഫ്ലേർട്ടേഷ്യസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പ്രണയം നമുക്ക് പറയാൻ പറ്റും? അത് നമ്മളും ജസ്റ്റ് അംഗീകരിക്കുന്നല്ലേ സാർ? അതിനെ എല്ലാ റിലേഷനും ഫ്ലേർട്ടിംഗ് ആണ്. അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ജനറലൈസ് ചെയ്തില്ല. മാം പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇന്ന് കാണുന്ന ജനറേഷൻ ഫുൾ പബ്ലിക്കിൽ എക്സ്പ്രസ് ചെയ്യാണ്. അങ്ങനെയാണ്. ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ ഓരോ ആൾക്കാരും അവരുടെ സറൗണ്ടിങ്ങും അവരുടെ എൻവയോൺമെന്റും ഫാമിലിയും അതനുസരിച്ചാണ് ഓരോ ആൾക്കാരും വളർന്നു വന്നേക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവര് പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് വ്യത്യാസം ഉണ്ടാവും. അവര് റിലേഷൻ സൈക്കോളജിസ്റ്റ് പുള്ളിക്കാരി പറഞ്ഞുതരും. റെബല്യസ് നേച്ചർ വരുന്നത് ഫാമിലിക്ക് എതിരെ തിരിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ പബ്ലിക്കിൽ വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം മാത്രം മാറിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും അല്ലെ മീഡിയം പ്രണയത്തെ സ്പീഡ് ആക്കിയിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും പറയില്ല മീഡിയം മാറിയെന്നുള്ളൂ. ലെറ്റർ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിങ് എന്ന് കരുതി ഒരാൾ പെട്ടെന്ന് വന്ന് മെസ്സേജ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഓക്കെ തിരിച്ച് ഇഷ്ടാന്ന് പോയി പറയത്തില്ല. നമ്മൾ
പണ്ട് കാലത്ത് ഇപ്പൊ അവരെ ഒബ്സർവ് ചെയ്തോന്ന് അറിയില്ല, നമ്മൾ ആൾക്കാരെ ഒബ്സർവ് ചെയ്ത് നമുക്ക് പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുക. എല്ലാരും പെട്ടെന്ന് ഓക്കെ എനിക്ക് റിലേഷൻഷിപ്പിലാവണമെന്ന് കരുതി ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോ ഓക്കെ ഞാൻ മറുപടി കൊടുക്കാൻ വൈകിപ്പോയാൽ ആ ആളെ വേറെ ആളെ നോക്കി പോകും. അയാൾക്ക് അത് പണ്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. ഒരാള് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആൾക്കും കൂടെ തോന്നും. മാത്രമല്ല അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യാൻ സമയമിടാ മനുഷ്യന്. പണ്ടും വെയിറ്റ് ചെയ്യില്ലായിരുന്നു അല്ലേ? ഇപ്പോഴും ഈ കാലത്ത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് വിത്ത് ഹെൽപ്പ് ഓഫ് ടെക്സ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ കാത്തുനിൽപ്പുണ്ട്, അതിൽ ഓരോ ഇങ്ങനത്തെ വെയിറ്റിംഗ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. യു കാൻ സേ പണ്ട് മാത്രം വെയിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ മാത്രം പറയാൻ പറ്റില്ല. ബീങ് എ ലോയർ ആൻഡ് സൈക്കോളജിസ്റ്റ് എന്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അവസ്ഥ വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പലപ്പോഴും ചീറ്റിംഗിൽ ചെന്ന് അവസാനിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ലെഫ്റ്റ് അടിച്ചാൽ മതി, നോട്ട് ഇൻട്രസ്റ്റഡ്. നേരത്തെ മാമിന് ആ സാഹചര്യം പറ്റാത്തത് അവിടുത്തെ പ്രണയം സേഫ്, ആ കാലഘട്ടത്തിൽ സേഫ് അല്ലാത്തോണ്ട് പ്രണയം. ഇപ്പൊ എന്റെ കാലത്ത് എനിക്ക് ആരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്തു, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എങ്കിൽ ഞാൻ സ്വൈപ്പ് ലെഫ്റ്റ് തീർന്നു. അല്ലാതെ മാമിനെ പോലെ എനിക്ക് പേടിച്ച് കരഞ്ഞ് വീട്ടിൽ ചെല്ലണ്ട, ഒരു പെൺകുട്ടികൾ വീട്ടിൽ ചെല്ലണ്ട. അപ്പോൾ ജെൻസി പ്രണയങ്ങൾ അൺസേഫ് ആണെന്നും ജെൻസി പ്രണയങ്ങൾ തെറ്റാണെന്നും പറയുന്നത് അവിടെ തെറ്റാണ്. അവിടെ ഡേറ്റിംഗ് ആപ്സ് ആക്സസ് ടൂള് മാത്രമാണ്. അതായത് ഒരു സ്ട്രേഞ്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ലവ് ഇപ്പൊ മനുഷ്യരേ ഇല്ല, AI മാത്രമൊക്കെ ആയി തുടങ്ങി. അത് വേറെ, അത് നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല സാർ. ഇന്നത്തെ ഈ ഫെസിലിറ്റീസ് എല്ലാം പഴയ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം അത് ഉപയോഗിച്ചേനെ. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പല്ലേ? ചോദ്യം വേറൊന്നുമല്ല, പണ്ടത്തെ പ്രണയവും ഇന്നത്തെ പ്രണയവും. ഇന്നത്തെ പ്രണയം അന്നുണ്ടായിരുന്നെങ്കിൽ അത് പണ്ടത്തെ പ്രണയമായി. നമ്മുടെ നടൻ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇതിനെ കുറിച്ച്? ഞാൻ ചിന്തിക്കുന്നപ്പോഴും പ്രണയം എന്ന് പറയുന്നത് അന്നും ഇന്നും മാറ്റമുള്ളതായിട്ട് തോന്നുന്നില്ല. നമ്മൾ മീഡിയം ആണ് ചേഞ്ച് ആയത്, അല്ല സൊസൈറ്റി കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടാണ്. പിന്നെ റെസ്റ്റ്ലെസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ പണ്ട് ഇപ്പൊ എനിക്ക് ഒരു 80s 90s ഒരു പെണ്ണെടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മിക്കവാറും വീട്ടിലായിരിക്കും. അത് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് പെൺകുട്ടി പുറത്തു പോകുക, അല്ലാതെ ഈ പഠിത്തം കഴിഞ്ഞാൽ വീട്ടിലായിരിക്കും. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ കാണാനും ബുദ്ധിമുട്ടാണ്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആണ്, അവർ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ പുറത്ത് ഇപ്പം മാം പറഞ്ഞ പോലെ പുറമെയാണ് പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആണും പെണ്ണും കുറച്ച് പുറത്തുണ്ട്. ഇപ്പൊ ഇഷ്ടംപോലെ സൊസൈറ്റിയിൽ അവർ പുറമെ കാണാൻ പറ്റും, അതൊരു പ്രണയം പുറത്ത് കാണാൻ പറ്റുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് നമ്മള് ഈ കുറച്ച് പഴയ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലെ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നത് കൊണ്ട് ആ രീതിയിലുള്ള പ്രണയത്തിന് സാധ്യതയില്ല. കത്ത് കൊടുക്കാൻ ഇന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതേ ആൾക്കാർ ഉപയോഗിക്കായിരുന്നുള്ളൂ അല്ലേ? ഇപ്പൊ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് ആവെന്ന് പറഞ്ഞു. പണ്ട് കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്നു, ആ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഫോണുണ്ട്, ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, സംസാരിക്കാൻ ഫ്ലേർട്ട് ചെയ്യാം. ആ സംഭവം തീർക്കുന്നത്. പണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ വെച്ചാൽ അത് ദിവ്യതയാക്കി നിങ്ങൾ കോട്ട് ചെയ്യുകയാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഫ്രസ്ട്രേഷൻ തീർക്കുക, അല്ലെങ്കിൽ അവരുടെ പറയുന്നു കുളിക്കടവിൽ പോലെ പണ്ടത്തെ ജനറേഷൻ പോലെ ഒളിഞ്ഞു നോക്കുന്നില്ല. കാണിക്കുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലോ അതൊക്കെയാണോ? മാത്രമല്ല ക്രിസ്ത്യ പഴയകാല കാമുകന്മാരെ മൊത്തം ഇടിച്ചു താഴ്ത്തി കളഞ്ഞു. കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്നവര് കാമുകന്മാർ ഒളിഞ്ഞു നോക്കുന്നല്ല, ജനറൽ പബ്ലിക്കിന്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് കാണുന്ന വയസ്സന്മാരുണ്ടല്ലോ, കാലങ്ങ് പൂക്കും കേട്ടോ. റെഡി. ഞങ്ങള് 2001 കല്യാണം കഴിച്ചു. ഈ ഓഗസ്റ്റിൽ വരുമ്പോ 25 വർഷം. 25 വർഷം കാലമല്ലത്. പക്ഷെ സാറ് ഇപ്പോഴും ഞങ്ങൾ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. അതായത് ഒരുപാട് ഇപ്പൊ ഈ എന്താ പറയാ, ഞങ്ങൾക്ക് ഇനിഷ്യലി ഇങ്ങനെ രണ്ടുപേരും ജോലിക്ക് പോകുന്ന പ്രശ്നം, കുട്ടികൾ ചെറുത്, അങ്ങനെയുള്ള ഇഷ്യൂസ് അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു അകൽച്ച, മനസ്സുകൊണ്ട് അകൽച്ച ഇന്നുവരെയും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു മണിക്കൂറുള്ള വ്യത്യാസമുള്ളൂ. എനിക്ക് അത് കൂടുതലും അടിയിക്കുന്ന ഞാനായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ പഴയ പ്രണയത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം അതിന് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്, ലോങ് ടേം ഡെസ്റ്റിനേഷൻ ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പണ്ടത്തെ പ്രണയത്തില് നിങ്ങൾ ഇത്രയും വർഷം കൗണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഹൗ ഹാപ്പി യു ആർ വിത്ത് ദ പേഴ്സൺ, അതാണ് മാറ്റർ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല ഒരിക്കലും. ഹൗ ആർ യു ബീങ് വിത്ത് ദാറ്റ് പേഴ്സൺ, ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം ലൈഫിൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ പരസ്പരം ബഹുമാനത്തോടുകൂടി എത്ര വർഷം സാറ് പറഞ്ഞു ഹാപ്പിനെസ്സിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനോ അത് ഇൻടാഞ്ചിബിൾ, നമുക്ക് മുഖത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഇപ്പൊ 25 years ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്ലിയർ കട്ട് സീയിങ് ഇസ് ബിലീവിങ്, ആ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് യു ഗൈസ് ആർ ഹാപ്പി. അത് ഞാൻ ഐ ആം ആക്സെപ്റ്റിംഗ് ഇറ്റ്. പക്ഷെ ഇത്രയും കാലം കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് യുവർ റിലേഷൻഷിപ്പ് ഇസ് ഗോയിങ് ഇൻ എ ഗുഡ് വേ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു കാര്യം പറഞ്ഞത് കെട്ടാത്ത കുട്ടിയെ 25 കൊല്ലം പരിചയമുള്ളവരോട് പറയുന്നത്.
ഇതൊരു ബാറ്റിലാണ് മോളെ, ഇതൊരു ബാറ്റിലാണ്, ഒരു യുദ്ധമാണ്. ഈ ബാറ്റില് 25 വർഷം വിജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എളുപ്പമുള്ള കാര്യമല്ല. ഇത് ബാറ്റിലാണ്, യുദ്ധമാണ്. So, യുദ്ധത്തില് ബാറ്റിലാണ്, ബാറ്റിൽ 25 years ദാമ്പത്യ ജീവിതം is a battle. ബാറ്റിൽ, അത് യുദ്ധമാണ്. 25 വർഷം എന്ന് ഒരു സെക്കൻഡ്, അഞ്ചു എന്താ പറഞ്ഞേ? മൈൽ സ്റ്റോൺ ആണ്. 25 വർഷം എന്ന് പറഞ്ഞ മൈൽ സ്റ്റോൺ ആണ്. ആ മൈൽ സ്റ്റോൺ റെസ്പെക്ട് ചെയ്യണം. യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് പറഞ്ഞത് തന്നെ ഞാൻ പറയുന്നത്, ഈ മാരേജ് എന്ന് പറയുന്ന യുദ്ധമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തെ സ്ഥാനം, ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് തീരുമാനിക്കുന്നത് അതിന്റെ ഫോർ എവർ എന്നുള്ളതല്ല. ഞാൻ ഒരു കല്യാണം കഴിച്ച, 2 കല്യാണം കഴിച്ചതാ, ഒരു കല്യാണം ഡിവോഴ്സ്ഡും ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരാൾ അതിനകത്ത് ഹാപ്പി അല്ലെങ്കിൽ ഒരാളെ കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കോ, ഡൊമസ്റ്റിക് അബ്യൂസ്, ഒരാള് ചീറ്റ് ചെയ്തോണ്ടിരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കടിച്ചു തൂങ്ങി എന്റെ ചേട്ടാ ഞാൻ ചേട്ടന് ചേട്ടൻ പറയുന്നല്ലോ കുറെ വർഷം നിന്നാലേ പ്രണയത്തിന് ബന്ധം ഉണ്ടെന്ന് പറയുന്നത്. ചേട്ടൻ പറയുന്ന വർഷങ്ങളിൽ കൂടണം പ്രണയത്തിന് ഇത് കൂടാൻ വേണ്ടി. ഈ വർഷം കൂടുതലനുസരിച്ച് പ്രണയം കൂടുന്നില്ല, വർഷം കൂടുതൽ പ്രണയം കൂടുന്നില്ല. നിങ്ങൾ കടിച്ചു പിടിച്ച് ഈ ടോക്സിക് റിലേഷൻ നിൽക്കുന്നതിനാ? പറ്റില്ലെങ്കിൽ അല്ല, അങ്ങനെ പോകുന്ന ആളാണ് അഞ്ജു. കാര്യങ്ങളല്ല. നിങ്ങൾ 25 കൊല്ലം നന്നായിട്ട് ജീവിക്കുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടത്. കാരണം വളരെ നമുക്ക് നല്ല വളരെ rare ആണ് അങ്ങനെ. അതായത് ഈ 25 വർഷത്തിൽ എക്സ്റ്റേണൽ ആയിട്ട് പല എങ്കിലും കൊച്ചെന്തോ പറയുന്നു. 25 വർഷത്തിനല്ല ഞങ്ങൾ കൈയടിച്ചത്. യു ഗൈസ് ആർ ഹാപ്പി ഇൻ ദിസ് റിലേഷൻഷിപ്പ്, അതിനാണ് നമ്മൾ കൈയടിച്ചത്. ഞാൻ ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാനുള്ള അല്ലെങ്കിൽ താല്പര്യം കാണിക്കാനുള്ള കാര്യം വെച്ചാല്, ഞങ്ങളുടെ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാം. കാര്യം വെച്ചാൽ പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എക്സ്റ്റേണലി ആവും ചിലപ്പം ഇത് ഇപ്പൊ ഒരാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഹോളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നല്ലതും ഉണ്ടാവും ചീത്തവും ഉണ്ടാവും. ഇപ്പൊ ഒരാളുടെ നന്മ മുഴുവൻ അനുഭവിക്കുന്നത് ഇപ്പൊ നമ്മുടെ സോൾമേറ്റ് ഉണ്ട്, പക്ഷെ മെയ്റ്റിന്റെ നന്മ മുഴുവൻ അനുഭവിക്കുന്നത് നമ്മളാ. പക്ഷെ അതേ സമയത്ത് എല്ലാവർക്കും കുറവും കുറ്റങ്ങളും ഉണ്ടാവും, നമുക്കും ഉണ്ട്. അപ്പൊ അതും അതനുസരിച്ച് ടോളറേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ടോളറേറ്റ് ചെയ്യണം. നമ്മൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അതായത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ, നമ്മുടെ അച്ഛനല്ലെങ്കിൽ അമ്മ നമ്മൾ വഴക്ക് പറഞ്ഞു, എന്തെങ്കിലും തല്ലി, അങ്ങനെ എന്തെങ്കിലും വന്നു, നമ്മൾ അച്ഛനെ ഉപേക്ഷിക്കോ? ഞാൻ എന്റെ അച്ഛനും അമ്മയായിട്ടല്ല റിലേഷൻഷിപ്പ് നടത്താൻ പോകുന്ന, ഞാൻ വേറെ സ്ട്രേഞ്ചർ ആയിട്ടാണ്. ആ വ്യക്തിയാണ് ഇനി എനിക്ക് ഉണ്ടാവുന്ന ജനറേഷൻ. ആ വ്യക്തിനെ ഞാൻ പ്രോപ്പറായിട്ട് ചൂസ് അവിടെ ടോളറേറ്റ് അല്ല ചെയ്യേണ്ടത്, അവിടെ പ്രോപ്പർ ഡിസിഷൻ എടുക്കേണ്ടത്. നമുക്ക് പറ്റില്ലെങ്കിൽ വേദനയല്ല നമുക്ക് ടോളറേറ്റ്, ഒരു പാർട്ണർ വേദനയല്ല ടോളറേറ്റ്. അതായത് മാമിന്റെ റിലേഷൻഷിപ്പ് ടോളറേറ്റ് ചെയ്യണമെങ്കിൽ അതൊരു വേദനയാണ് മാം. നമ്മളെല്ലാവരും വേദനയല്ല സാർ ടോളറേറ്റ് ചെയ്യുന്നത്. സഹനം എന്നുള്ള വാക്കിന് ഭയങ്കര വലിയ പ്രശ്നമുണ്ട്. ടോളറേറ്റ് ചെയ്യാന്നുള്ള വാക്ക് ടോളറേഷൻ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. Vocabulary is different definitions. ടോളറേറ്റ് ചെയ്യാന്നുള്ള നല്ല വാക്കാണ്. ഭാര്യയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ താങ്കൾ? ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്, നല്ല പ്രണയമാണെങ്കിൽ ഞാനും അംഗീകരിക്കുന്നു, ഐ റെസ്പെക്ട് ദാറ്റ്. ഇനി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ വരുന്ന നെഗറ്റീവ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്, എന്റെ ഇടയ്ക്ക് ഒരു ക്ലയന്റ് വന്നു, അത് ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി അനുഭവിക്കുന്നത് ആളുടെ റിലേഷൻഷിപ്പിൽ ആൾക്ക് ബുദ്ധിമുട്ടുകൾ, അതായത് ആൾക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ടോളറൻസ്, ആ അബ്യൂസ് സഹിച്ചാലും ആൾക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല. അതിന് കാരണം ആളുടെ പേരൻസിനെ കണ്ടാണ് ആള് വളർന്നത്. മനസ്സിലായോ? ആ ഒരു പ്രശ്നം, അതായത് തന്റെ അച്ഛനും അമ്മയും ആ ടോക്സിസിറ്റി കിടന്നാണ് അല്ലെങ്കിൽ അത് കണ്ടാണ് ആ കുട്ടി വളർന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ആ കുട്ടീനെ ബാധിക്കും. ആ പോയിന്റിലാണ് നമ്മൾ എത്രത്തോളം ലവ് എക്സ്പ്രസ് ചെയ്യണം പറയുന്നത്. നേരത്തെ എസ്കെൻ പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം. പണ്ട് ആപ്പിലാണ് പെട്ടോണ്ടിരുന്നത്, ഇപ്പൊ ആപ്പിലാണ് പെട്ടോണ്ടിരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ മാം പറഞ്ഞ കാര്യത്തിൽ സഹനം എന്നുള്ള വാക്ക് ടോളറേറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. സഹനം അണ്ടർസ്റ്റാൻഡിങ്ങും കൂടിയാണ്. ഇംഗ്ലീഷിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് നല്ലതാണോ? അണ്ടർസ്റ്റാൻഡിങ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവർ പറഞ്ഞത്, സഹനം എന്ന് പറഞ്ഞത്. അല്ലാതെ ടോളറേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മീനിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു പോയിന്റ് കൂടെ
അദ്ദേഹം പറഞ്ഞു അച്ഛനും അമ്മയുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല. മദേഴ്സ് ഡേക്ക് ഐ ഡാഷ് യു മമ്മി, ഐ ഡാഷ് യു ഡാഡി എന്ന് പറയുന്ന മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേക്ക് പറയുന്നതും വാലന്റൈൻസ് ഡേക്ക് ഐ ഡാഷ് യു എന്ന് പറയുന്നതും ഇതിലെല്ലാത്തിലും ലവ് എന്ന് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രണയം എന്നൊരു വാക്ക് മാത്രമാണ്, ആ ഫീലിംഗ് ഒന്നാണ്. അല്ല, റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രണയത്തിന്റെ കാര്യമാണ്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ഹു ദ പേഴ്സൺ ഇസ്. ആളാരാന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇറ്റ്സ് നോട്ട് യു അഡ്ജസ്റ്റിംഗ് ടു ദ പേഴ്സൺ. ഇപ്പൊ ടോളറേറ്റിംഗ് ആണെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ മാം തന്നെ പറഞ്ഞാണ് റിലേഷൻഷിപ്പ് ഇസ് ബേസ്ഡ് ഓൺ ഹാപ്പിനെസ് ഓഫ് ഹൗ ലോങ് യു ആർ ഹാപ്പി ഇൻ ഇറ്റ്. How do you define happiness? Can you define happiness? Yeah, state where I'm happy with the person who's happy. Define happy. Just have a smile on your face when you sleep. Peace. A smile എനിക്ക് fake ചെയ്യാം. That means that should never exist. If you know ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ യു കെൻ അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ ബട്ട് വെൻ യു ടോളറേറ്റ് ദെയർ ബാഡ് ബിഹേവിയർ സഹനം എന്ന് പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മാം പറഞ്ഞത്. അല്ല, പക്ഷെ നമ്മൾ ടോളറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ബാഡ് ബിഹേവിയർ ടോളറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ അതാണ് ആദ്യം പറഞ്ഞ കാര്യം. You should have mutual respect which will turn to love എന്ന് ആദ്യം പറയാൻ കാരണം അതാണ്. റെസ്പെക്ട് ഉണ്ടെങ്കിൽ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പൊക്കോളം പറയാം. റെസ്പെക്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പിലും വഴക്കൊക്കെ ഉണ്ടാകും. അത് മനുഷ്യ സഹജമാണെന്നാണ് ഞാൻ അത് കളരിയായാലും കരാട്ടയായാലും ഉണ്ടാവും. ആണ്. പക്ഷെ ആ വഴക്കിലൂടെയും വഴക്കടിക്കുമ്പോഴും മ്യൂച്വൽ റെസ്പെക്ടോട് കൂടി സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മള്. അതാണ് പ്രണയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യാതെ റെസ്പെക്ട്ഫുള്ളി നമ്മളുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാണാണ്ടവരാന്നൊരു തോന്നല് വേണം. ആണ്. അപ്പൊ അത് ടോളറേഷൻ ആവുന്നില്ല. കലി കയറി കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ. ഓക്കെ ഓക്കെ, എനിക്ക് താങ്കൾക്ക് ഇത് പറ്റും. താങ്കൾ കളരിയല്ലേ? ഇത് ഡാൻസറാ. ഡാൻസർക്ക് പക്ഷേ അത്ര ക്ഷമ കാണത്തില്ല കളറിയുടെ അത്ര. ക്ഷമയുണ്ട്. ഞങ്ങള് നല്ല രീതിയിൽ വഴക്കിടാറുണ്ട്. പക്ഷെ അത് കയ്യങ്ങളി ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അത് പറയണ്ട. ഇല്ല, അതാണ് ഞങ്ങൾ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ആ റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം സാർ പറഞ്ഞ പോലെ തന്നെ അത് ലവ് ഉണ്ടെങ്കിൽ തന്നെ റെസ്പെക്ട് ഉണ്ട്. ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങിക്കുമ്പോഴോ എത്രത്തോളം ചിന്തിച്ച് ആലോചിച്ചാണ് ഒരു എടുക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യും? എടുക്കും സാർ. ഒരു പെൺകുട്ടി എടുക്കുന്ന ഷൂ എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. അല്ല, അത്രയും ലാഘവത്തോടു കൂടിയാന്നല്ല. പക്ഷെ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താ, നമ്മള് ഒരു ലൈഫ് ലോങ് അദ്ദേഹത്തിനോട് ജീവിക്കേണ്ടതല്ലേ. അങ്ങനെ ഈ സെലക്ഷൻ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്. സമയം അപ്ലൈ ചെയ്തോ? 100% എല്ലാരും പറയുന്നത് 100%. ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞല്ലോ. സ്റ്റേറ്റ് ഓഫ് ബീങ് യോർ സെൽഫ് ഇസ് കോൾഡ് ഹാപ്പിനെസ്. നിങ്ങൾ തന്നെയായി ഇരിക്കുന്നതിനെ ഹാപ്പിനെസ് പറയാം. ഇപ്പൊ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാനായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാനൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടാണെങ്കിൽ എനിക്ക് ഒരിക്കലും എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സെൽഫ് ലവും നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തും സെറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. യു നീഡ് ദാറ്റ്. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ബിക്കോസ് വെൻ യു ആർ ഡൗൺ ആൻഡ് വെൻ യുവർ പാർട്ട്ണർ ഇസ് ഡൗൺ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻ ദ നെയിം ഓഫ് സാക്രിഫൈസിങ് യുവർ മെന്റൽ ഹെൽത്ത് ഓർ നമ്മുടെ സന്തോഷം യു ഷുഡ് നെവർ സ്റ്റേ ഇൻ എ റിലേഷൻഷിപ്പ്. എന്റെ ക്ലിനിക്കിലേക്ക് ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി കയ്യിൽ ബ്ലേഡ് വെച്ചിട്ട് വെട്ടിയിട്ട് ബ്രേക്കപ്പ് ആണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ സെൽഫ് റെസ്പെക്റ്റും മ്യൂച്വൽ റെസ്പെക്റ്റും പ്രണയവും ഇതൊന്നും മനസ്സിലായിട്ടല്ല. ഇത് വേറെന്തോ ഇൻഫ്ലുവൻസിലാണ്. ഓക്കെ, നൗ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് പ്രണയം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്ട്, ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ ആരോ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പൊ റെസ്പെക്ട് ഇല്ലാണ്ടാവും. ഇതിന് വേണ്ട പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അക്കാഡമിക്സ് മാത്രമല്ല ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുമ്പോൾ മാത്രമല്ല പഠിക്കുന്നത്. അതിന്റെ കൂടെ ക്യാരക്ടർ ബിൽഡിംഗും കൂടെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് എല്ലാ സ്കൂളുകളിലും കോളേജിലും നടക്കണമെങ്കിൽ സാറിന് ഇതേപോലത്തെ കേസസ് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെരി ട്രൂ. ഞാൻ അതാണ് പറയുന്നത്. പണ്ട് പ്രണയത്തില് വീട്ടില് വാല്യൂ എഡ്യൂക്കേഷൻ, വീട്ടില് അപ്പൂപ്പൻ അമ്മൂമ്മ അമ്മാവൻ ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ ഫാമിലി ആയപ്പോ അച്ഛനും അമ്മയ്ക്ക് സമയമില്ല. ഓഫീസിൽ പോയി ഇന്റർനെറ്റ് കണ്ട് പഠിച്ചു, ലവ് പഠിച്ചു. കുടുംബത്തിൽ വളർന്ന ആളാണ് ഞാൻ. പറഞ്ഞ കൂട്ടുകുടുംബത്തിൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസ് ആയ സമയത്ത് വാല്യൂ സിസ്റ്റം പോയി, വാല്യൂ എഡ്യൂക്കേഷൻ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അപ്പോഴാണെങ്കിലും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ പേരൻസിനെ കാണുന്നുണ്ട്, നമ്മൾ എന്തോരം ഫാമിലീസിനെ നേരിട്ട് കാണുന്നുണ്ട്, നമ്മുടെ കസിൻസിനെ കാണുന്നുണ്ട്. അപ്പൊ വാല്യൂ സിസ്റ്റം അവിടെ നിന്ന് പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ എക്സ്പ്രഷൻ ഓഫ് ലവും കൂടെ
അവിടെ വല്ലാതെ ഇൻഫ്ലുവൻസ് ആവും. നമ്മൾ അച്ഛൻ അമ്മയെ തല്ലുന്ന കണ്ടിട്ടാണ് വളർന്നെങ്കിൽ നമുക്കത് നോർമലാണ്, നമ്മളത് സഹിക്കും. പക്ഷെ അച്ഛനമ്മയെ വന്ന ഉടനെ ജോലി കഴിഞ്ഞ് എത്ര ടയർഡായിട്ട് വന്നാലും മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് കാണണമെങ്കിൽ ആ എക്സ്പ്രഷൻ ഓഫ് ലവ് ഈ ജനറേഷനിൽ നമ്മൾ കുറേം കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ജനറേഷൻ കുറേം കൂടെ എക്സ്പ്രസീവ് ആയിരിക്കും. അപ്പൊ പ്രണയം കുറേം കൂടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ പോലും പരസ്പരം പണ്ടത്തെ കാലത്ത് ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ പോലും നാലാള് കാണെ കെട്ടിപ്പിടിക്കാറുണ്ടായിരുന്നോ? പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് പോലും അവര് പഠിപ്പിച്ചു കൊടുക്കാണ് ലവ് ഇറ്റ്സെൽഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പ്രസ്. ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നു, വൈഫും വർക്ക് ചെയ്യുന്നു. കാരണം മകന്റെയോ മകളുടെയോ സ്കൂളിലുള്ള ഫീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഇവര് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലും കാണാനുള്ള ഒരു അവസരം കിട്ടില്ല. ബിക്കോസ് ദേ വിൽ ബി വർക്കിംഗ് ലേറ്റ് നൈറ്റ്. അങ്ങനെ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യാൻ പറ്റില്ല പറയണത്. സാർ നമ്മളിങ്ങനെ മക്കളെ ദാണ്ടേ അമ്മ അച്ഛനെ സ്നേഹിക്കുന്ന ഇങ്ങനെയാണ് എന്ന് കാണിക്കണ്ട. ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണിക്കാനുള്ളതല്ല. ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കാനല്ല. സംഭവങ്ങളുടെ സാധനമാണ് സാർ. അല്ലാതെ ഞങ്ങൾ കണ്ട് സ്നേഹിക്കുന്ന ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പോഴത്തെ കുട്ടികൾ അതാണ് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിലെ കാര്യം പറയാം സാർ. നമ്മളിപ്പോ നമ്മള് സ്കൂൾ ഒരു പറയാനുണ്ടോ അതിന് പൊക്കിന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ട്യൂഷൻ സെന്റർ മാറ്റും, സ്കൂൾ മാറ്റും, വേണമെങ്കിൽ ലൊക്കാലിറ്റി മാറാൻ വേണ്ടി താല്പര്യം ആൾക്കാരാണ് ഈ കേരളത്തിൽ മിക്ക ആൾക്കാരും, മിക്ക ഫാമിലീസിലുള്ള ആൾക്കാരും. അവരാണ് ഈ ജനറേഷനോട് പറയുന്നത് നിങ്ങൾ പ്രണയിക്കുന്നത് ഈ രീതിയിലായിരിക്കണമെന്ന്. നിങ്ങൾ അത് മാത്രല്ല ഒരു വീട്ടിൽ നിന്ന് കുട്ടീനെ വളർത്തുമ്പോൾ സെൽഫ് റെസ്പെക്റ്റും ഒരു ഇൻഡിപെൻഡൻസി ആയിട്ട് വളർത്തണം. സോ വെൻ ദ ചൈൽഡ് ഗ്രോസ് അപ്പ് ലൈക്ക് ദാറ്റ് അവർക്ക് ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ കുറച്ചെങ്കിലും ദേ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഗോ അബൌട്ട് വേസ്. ഇപ്പൊ ഐ എം നോട്ട് സെയിങ് 6th grade അവർക്ക് മനസ്സിലാവും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പാരന്റ്സ് അതായത് ദേ ഹാവ് ടു ബിൽഡ് ദാറ്റ് സോർട്ട് ഓഫ് കോൺഫിഡൻസ് ആ കുട്ടിയില്. ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ഐ എം ടെല്ലിങ് യു, ടോക്സിക് ആണ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പം രണ്ടുപേരിൽ ഒരാള് ടോക്സിക് ആണെന്ന് പറയപ്പെടുന്ന ആള് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടേ ഇല്ല. തെറ്റിദ്ധാരണയിൽ അത് ടോക്സിക് ആണെന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി കഥ പോയ കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെൽഫ് ലവ് എന്ന് പറഞ്ഞത് അത് അഹങ്കാരമായിട്ട് വേറെ ലെവലിൽ ഞാൻ എന്തോ ആണ്, ഞാൻ പറയണ അനുസരിച്ച് ഇവൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറയരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ സെൽഫ് ലവില് ഞാൻ എന്തോ ആയി തീർന്നു. ഇപ്പൊ പല ആൾക്കാരും ഞാൻ കാണുന്ന എന്റെ ഫീൽഡിൽ തന്നെ 20-30 വർഷം വർക്ക് ചെയ്ത ആൾക്കാർക്ക് വിലയൊന്നുമില്ല. ഇന്നലെ വന്നവർക്ക് ഞാൻ എന്തോ വലിയതായി എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് ആറ്റിറ്റ്യൂഡാണ് എന്ന് പറയുന്നത് അഹങ്കാരമാണെന്ന് ഞങ്ങൾ പറയും. സർ, ഇപ്പൊ കൂടുതൽ വർഷം വർക്ക് ചെയ്തു എന്ന് കരുതി ഇപ്പൊ യു ഡോണ്ട് ബിക്കം ബെറ്റർ ദാൻ സമ്മൺ ഹൂ സ്റ്റാർട്ടഡ് യെസ്റ്റർഡേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ജീവിച്ച കാലത്തിന് എണ്ണം നോക്കിയല്ല ആരുടെയും വില നിശ്ചയിക്കുന്നത്. ഞാനത് സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് പറയാത്തത് അവരെ ഹേർട്ട് ചെയ്ത് ഔട്ട് ഓഫ് അവരുടെ അടുത്തുള്ളൊരു കെയർ കൊണ്ട് പറയാണ് ഹേർട്ട് ആവരുതെന്ന് പറഞ്ഞിട്ട്. ഒന്നും അറിഞ്ഞുകൂടാത്തത് എനിക്കെല്ലാം അറിയാം എന്ന് കാണിക്കുന്ന അഹങ്കാരത്തിലേക്ക് പോയി പോകുന്നു ചില. അത് അഹങ്കാരമാണ്, ശരിയാണ്. പക്ഷേ അത് കാണിക്കുന്നതിനാണ് തെറ്റ് പറയണം. ഞാനിപ്പോ ഇന്നലെ ഒരു വർക്ക് തുടങ്ങി എന്ന് കരുതി എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ധാരണയല്ലല്ലോ. ഒന്നും അറിയാത്ത ആള് സെൽഫ് ലവിന്റെ പേരിൽ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയാവുന്നവരെ പുച്ഛിച്ചിട്ട് പോകും. ഇത് എന്താ ഇതിന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് പോകും. സെൽഫ് ലവ് എന്ന് പറയാൻ പറ്റുമോ? സെൽഫ് ലവ് ആണ് എന്ന് അവര് കരുതുന്നു. അങ്ങനെ അവര് കരുതുവാണെങ്കിൽ അത് സെൽഫ് ലവ് അല്ലല്ലോ. അല്ല, എന്നിട്ട് അവര് നാട്ടുകാരോട് പറയുന്നത് ഒരു ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് നടത്തി ബാംഗ്ലൂരിൽ. അവിടെ ഒരു പെണ്ണിനെ തല്ലി. അപ്പൊ എല്ലാരും കൂടി ആണിനെ തല്ലി. കാരണം ഒരു പെണ്ണിനെ ഇവൻ തല്ലി എന്ന് പറഞ്ഞാൽ അവനെ അടിച്ചു. അടുത്ത ജംഗ്ഷനിൽ പോയി ഈ പെണ്ണ് ആണിനെ തല്ലി. എല്ലാവരും ഒന്ന് ആണിനെ തല്ലി. ബിക്കോസ് ഒരു പെണ്ണ് നിന്നെ തല്ലി എന്നുണ്ടെങ്കിൽ നീ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സൊസൈറ്റി. ഇതുപോലെ ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ചെയ്തില്ല, അവൻ ടോക്സിക് എന്ന് പറയുന്നതിന് മുന്നേ ആ രണ്ടുപേരെയും ഇരുത്തി സംസാരിക്കാനുള്ള മനസ്ഥിതി കാണിക്കണം. അത് ബീറ്റ് എ കൗൺസിലർ, ബീറ്റ് പാരന്റ്സ്. ഇക്കാലത്ത് പ്രണയത്തിന് ഒരു ജഡ്ജിങ് പോയിന്റ് വേണ്ടിയിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് അത് വീട്ടിൽ ആ പേടി ഉണ്ടായിരുന്നു. ഒരു 6ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് ഫീലിങ്സ് ഉണ്ട്, അത് ഇല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ചെറുതാവാം, വലുതാവാം, റോങ് ആവാം. പക്ഷെ അത് കുട്ടിക്ക് വാലിഡ് ഫീലിംഗ് ആണ്. ഇപ്പൊ ഒരു 6 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫീലിംഗ് ആയിരിക്കില്ല 18 വയസ്സുള്ള കുട്ടിക്ക്. പക്ഷെ എന്തുകൊണ്ടും അത് വാലിഡ് ആണ്. ആ പ്രായത്തിൽ ആ കുട്ടിക്ക് അത് വലുതാണ്. ഒറ്റൊരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, പണ്ടത്തെ കാലത്തെ പ്രണയവും ഇന്നത്തെ കാലത്തെ പ്രണയവും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോയി കൈമുറിക്കുന്ന ലെവലിലേക്ക് ലവ് ബ്രേക്കപ്പ് ആവത്തില്ലായിരുന്നു. ഇന്ന് അത് ആവുന്നു ഫ്രീഡം ഇല്ലായിരുന്നു സാർ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അല്ലാതെ അത് അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള ബുദ്ധി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ചോദിച്ചു നോക്കൂ. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ 18 തൊട്ട് 21 വയസ്സ് അല്ലെങ്കിൽ മാക്സിമം 24 വരെ വയസ്സിനകത്താണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യുക. അതായത് അനാലിസിസ് ചെയ്യാനുള്ള ബുദ്ധി വരുന്നത് തന്നെ 21 വയസ്സൊക്കെ ആവുമ്പോഴാണ്.
ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആനിമൽ ബ്രെയിൻ മാത്രം നിൽക്കുമ്പോ അത് വാലിഡേറ്റ് ചെയ്ത പ്രണയമാണെന്ന് പറയുന്നത് തെറ്റാണ്. പണ്ടത്തെ 6ാം ക്ലാസ്സിലെ കുട്ടിയും ഇന്നത്തെ 6ാം ക്ലാസ്സിലെ കുട്ടിന്റെ ആ ഒരു ബ്രെയിൻ ഇന്നും പണ്ടും 9 മാസത്തിലാണ് പ്രസവിച്ചിരുന്നത്, ഇന്നും 9 മാസത്തിലാണ്. ഇന്ന് ഡിജിറ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം പ്രസവിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് വീട്ടില് പാരന്റ്സ് ഉണ്ടായില്ല, അതുകൊണ്ട് ആ കുട്ടീനെ പ്രോപ്പറായി ഗൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സംഭവം വീട്ടിൽ നിന്ന് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല. വീട്ടിൽ ഇപ്പൊ നല്ലപോലെ പാരന്റ്സ് പ്രോപ്പറായിട്ട് എല്ലാ കാര്യത്തിനും ഉണ്ടായി. ഇപ്പൊ അമ്മ ഹൗസ് വൈഫായിട്ട് വീട്ടിൽ ഇരുന്നു വെക്കട്ടെ, അങ്ങനെ ഇരുന്നാലും അത്ര നല്ല കെയർ കിട്ടിയാലും പുറത്തു പോയിട്ട് പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് കിട്ടാം. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വീട്ടില് പാരന്റ്സ് ലവ്, ഇപ്പൊ ജെൻസി റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുന്ന പാരന്റ്സ് അങ്ങനെ ഉണ്ടെങ്കിലും അത് പാരന്റ്സിന് മിസ്റ്റേക്ക് അല്ല. അത് അത്രേ പറഞ്ഞുള്ളൂ. ജെൻസി ഇപ്പൊ അങ്ങനെ പോകുന്നു. പക്ഷെ എല്ലാ ഓരോ മനുഷ്യരിലും എങ്ങനെയാണ് ഈ പറയുന്ന പ്രണയം ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയട്ടെ. അതായത് ഇതിന്റെ ഒരു സയന്റിഫിക് വശമാണ്. നമ്മുടെ, അതായത് എന്റെ ഉള്ളില് കുറച്ച് ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ലിവർ, ഹേർട്ട് സാറിനുള്ള പോലെ എനിക്കുണ്ട്. പക്ഷേ സാറിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രീതിയിലല്ല എന്റെ ഇന്റേണൽ ഓർഗൻസ് പ്രവർത്തിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ. അതില് ഈ ബ്രെയിനിൽ ഉണ്ടാവുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെ റിലീസ് ഓരോ ആൾക്കാരിലും ഡിഫറെന്റ് ആയിരിക്കും. ഇത് എന്റെ ജെൻസി കുട്ടികൾക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഒരാളെ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഡോപ്പമിൻ റിലീസ്, ദാറ്റ് ഈസ് ഹാപ്പി ഹോർമോൺസിന്റെ റിലീസ് പോലെ ആയിരിക്കില്ല സാറിന്. ഓക്കെ, അതിനുശേഷം മെല്ലെ നമുക്ക് നെർവസ്നെസ് കാര്യങ്ങൾ വരും. അപ്പോഴാണ് ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെ ഒരു ലെവൽ വരുന്നത്. ഈ സെറോട്ടോണിൽ വരുന്ന ഫ്ലക്ച്വേഷനിലാണ് നമുക്ക് ഭയങ്കര നെർവസ്നെസ് അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ ആയി ഒക്കെ ഈ പറയുന്ന പ്രണയം മാറുന്നത്. മനസ്സിലായോ? അതിനുശേഷം ഒരു കമ്പാഷനേറ്റ് ലവിലേക്ക് പോകുമ്പോഴാണ് ഓക്സിറ്റോസിന്റെ ഒരു ലെവൽ ഹൈ ആവുന്നത്. സോ ദിസ് ഈസ് ദി സയന്റിഫിക് ബിഹൈൻഡ് ദിസ്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പ്രണയിച്ചിട്ടുണ്ട് സാർ. അല്ലെ, ഈ അനുഭവം ഇല്ല പറയാണെന്ന് എന്താ പറയാൻ വന്നല്ലോ. ഇപ്പൊ ഇതില് ഇപ്പൊ ജെൻസി കുട്ടികളെ അല്ലെങ്കിൽ ഇപ്പം മുതിർന്നിരിക്കുന്ന ആൾക്കാർ രണ്ടുപേരെ എതിർക്കാനല്ല, ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് സഹനം എന്ന് പറയുന്ന നേരത്തെ ജസ്റ്റ് അതിന്റെ ഒരു ഇത് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും അതൊരു നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. സഹനം എന്ന് പറയുന്നത് ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ മാത്രമല്ലോ, പ്രണയിക്കാനും നമുക്ക് ഒരു തരത്തിലുള്ള ടോളറൻസ് ആവശ്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പലതരം സാഹചര്യങ്ങൾ വരുമല്ലോ. ഒരാണും പെണ്ണും പ്രണയിച്ചാൽ ഒരു വിവാഹത്തിൽ എത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടി വരാം. സഹനം എന്ന് പറയുന്നത് ഇപ്പൊ ജെൻസിക്ക് എന്ന് ഏത് ജനറേഷൻ പ്രോപ്പർട്ടി മനസ്സിലാവുന്നില്ലെങ്കിൽ സഹനത്തെ ഒരു അടിമപ്പണി പോലെ അങ്ങനെയാണ് അങ്ങനെ കാണേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ക്രിസ്തു തന്നെ സഹനത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ് അല്ലേ. സഹനം കൊണ്ട് സ്വാതന്ത്ര്യം നേടി ഇന്ത്യയിൽ പറയുന്നത്. അപ്പൊ സഹനം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ജെൻസിക്കായിരുന്നാലും സഹനം എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് നെഗറ്റീവ് ആസ്പെക്ട് വെക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേട്ടാ, എന്ത് സഹിക്കണമെന്നാണ് പറയുന്നത്? സഹനം എന്ത് സഹിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? സഹനം എന്തായാലും സഹിക്കണം. ഞാൻ പറയാണ്, വലിയൊരു എയിമിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ജീവിതത്തിൽ പല കാര്യങ്ങളും സഹിക്കേണ്ടി വരുമല്ലോ. റിലേഷൻഷിപ്പിൽ ഞാൻ എന്താണ് പറഞ്ഞത് കഴിഞ്ഞാല് സഹനം എന്ന് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്ട് എടുക്കേണ്ട കാര്യമില്ല. സഹനം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സഹനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമുക്കിപ്പോ ഒരു വലിയൊരു പൊസിഷനിൽ എത്തണം. സഹനം ആവശ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ ഒരു റിലേഷൻഷിപ്പിനകത്ത് സഹനം അല്ല, മനുഷ്യന് ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, ഒരു വലിയൊരു ഞാൻ ചോദിക്കുന്നത് സഹനം എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ? നമ്മള് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ലേ പറഞ്ഞത്? മറ്റൊരാളുടെ ക്യാരക്ടർ നമുക്ക് സഹിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ക്യാരക്ടർ സഹിക്കണം എന്നല്ല. അത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളുടെ ഒരു ക്യാരക്ടർ ഇഷ്യൂ നമ്മൾ സഹിക്കണം എന്നല്ല. ടോളറൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ വാക്കിനെ പ്രണയത്തിൽ പറയാൻ സമ്മതിക്കും. പ്രണയത്തിൽ ഇപ്പൊ ഒരു പെൺകുട്ടി ആൺകുട്ടി പ്രണയത്തിലാണ്. ഇപ്പൊ അവര് ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കണം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളില്ല അവർക്ക്. അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരിതൊന്നും സഹിക്കേണ്ട, ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരുമിച്ചല്ലെന്ന് പറഞ്ഞു പോകണതാണ് നല്ലത്. ഇത് സഹിച്ച് മുന്നോട്ട് പോകണമാണ് നല്ലത്. പ്രശ്നം സോൾവ് ചെയ്യാം, പക്ഷെ നമ്മളെ പ്രശ്നത്തിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഈ സഹനം വരുന്നത്. മനസ്സിലായി? നമ്മൾ പ്രശ്നം സോൾവ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അത് ശരിയാണ്. പക്ഷെ അത് മനസ്സിലാക്കി അത് സഹിക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഒരാള് മാത്രമാണ് സഹിക്കുന്നുണ്ടെങ്കിലാണ് ശരിക്കും പ്രശ്നം അവിടെ വരുന്നത്. മറ്റേ ആൾക്ക് ഒരു സഹിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവുമ്പോഴാണ് അത് ടോക്സിക് റിലേഷൻ. ഇവിടെ പറയുന്നത് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിനെ ഒട്ടും മനസ്സിലാക്കരുത്, അവര് പറയുന്ന കേൾക്കരുത്, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊന്നുമല്ല. മനസ്സിലാക്കാം, ശരിയാണ്. പക്ഷെ അത് മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് ലാസ്റ്റ് സഹിക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ്
അവിടെ സഹനം എന്ന് വെച്ചാൽ അത്രയും അവിടെയാണ് ഡീപ്പായിട്ട് പോയിട്ടല്ല സഹിക്കേണ്ടി വരും. നമ്മുടെ ലൈഫിൽ ചില ശിവ പറഞ്ഞ എന്റെ ആശാനും കൂടിയാണ്, കളരിയിൽ എന്റെ ആശാനും കൂടിയാണ് ശിവ. ശിവ പറഞ്ഞതിൽ ഒരു എക്സാമ്പിൾ, ഒരു പെൺകുട്ടി ലൈഫ് മുഴുവനും ബെൻസ് കാറിൽ പോകുന്ന ഒരു പെൺകുട്ടി സൈക്കിളിൽ പോകുന്ന ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ബൈക്കിൽ പോകുന്നത് സഹനമാണോ, അണ്ടർസ്റ്റാൻഡിങ് ആണോ? ഇല്ല, അവന്റെ കയ്യിൽ ബെൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ടോക്സിക് ആണോ അവൻ? അതോ ഈ പെണ്ണ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് അല്ല? അങ്ങനെയാണെങ്കിൽ ആ പ്രണയത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അത് പ്രണയമാവുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ അത് കഴിഞ്ഞിട്ട് അവൻ ടോക്സിക് ആണ്, അവൻ സൈക്കിളിൽ പോകുന്നു എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞു. നിങ്ങളൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ നോക്കൂ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ജാതി, മതം, പിന്നെ വീട്ടിലെ അവസ്ഥ, തറവാടിത്തം, കുലീനത്വം, ഗ്ലാമർ, പേഴ്സണാലിറ്റി, ഇതെല്ലാം നോക്കി കംപ്ലീറ്റ് കണക്കൂട്ടിക്ക് പ്രണയം വരുമായിരുന്നു. നിങ്ങൾ എങ്ങനെയാ സർക്കാർ ജോലി നോക്കും? പറയുന്ന ശ്രീപത്മനാഭന്റെ 10 ചക്രം വാങ്ങിക്കുന്നുണ്ടോ? എന്തായാലും ഒരു സർക്കാർ ജോലി ഉണ്ടാവണം എന്നുള്ളത് ആരുടെയും സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇവിടെ. നിങ്ങൾ കുറച്ചുകൂടി എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആണല്ലോ, അത്യാവശ്യം ചില വരുമാനമുള്ളവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വരുമാനമുള്ളവര്, സാമ്പത്തികമായിട്ട് വരുമാനമുള്ളവർ പൊതുവെ ഈ പ്രണയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ടോ? വരുന്ന മുൻപ് യുഗിലുള്ളവനായതുകൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെയല്ല, പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റണം ഒരാളുടെ കൂടെ. അതിപ്പോ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, പൈസ വേണം. അതിപ്പോ ഈ ഒരു എക്കോണമിയിൽ ജീവിക്കണമെങ്കിൽ ആർക്കായാലും പൈസ. അല്ല, ഒരു പ്രണയാതുരമായ ഒരു മനസ്സുമായിട്ട് വരുന്ന ഒരുത്തനോട് നമ്മൾ ചോദിക്കുമോ, ഡേ ഒരു കല്യാണമൊക്കെ കഴിച്ച ജീവിതം കൊണ്ടുവരണം? ലിവിങ് ടുഗദറും ഡേറ്റിംഗ് ഫേസും ഒക്കെ നമുക്ക് അതിനെന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്നൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ആ ലൈഫ് സ്റ്റൈൽ മാച്ച് ചെയ്യാത്ത ഒരാളുമായിട്ടാണ് നമ്മള് അബദ്ധവശാൽ നമ്മൾ ഒരിക്കലും പ്രണയത്തിലോ. ഇറ്റ്സ് എ കോൺഷ്യസ് ഡിസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതൊന്നും അല്ല. പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചു വരുമ്പോൾ ഗോ ത്രൂ ദാറ്റ് ഫേസ്, ഡേറ്റിംഗ് ഫേസിലാകുമ്പോൾ അങ്ങനെ ഒരു അതായത് നമുക്ക് വരും. അത് നമുക്ക് ഫൈനാൻഷ്യലി സെക്യൂർ ആയിരിക്കണം, അതായത് ഒരു 5 കൊല്ലം മുന്നേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതൊന്നും നിർബന്ധമില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയും എനിക്ക് എന്റെ ഫൈനാൻഷ്യൽ, എന്റെ സെയിം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള ഒരാളുമായിട്ട് ഞാൻ പ്രണയത്തിൽ ഏർപ്പെടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐ തിങ്ക് നമ്മുടെ ജനറേഷനിൽ ഐ എം എ ജെൻസി, നമ്മുടെ ജനറേഷനിലുള്ള മിക്കവരും അത് തന്നെയായിരിക്കും. ഇഫ് അറ്റ് ഓൾ നമുക്ക് അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ആ ആൾക്ക് അതിനും നല്ല ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവര് കയറി വന്നോളും എന്നുള്ള ഉറപ്പിലായിരിക്കും നമ്മൾ അവരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുക. അഥവാ ഇതൊന്നും അറിയാതെ ഒരുത്തന്റെ കൂടെ ഒരു ബന്ധം അങ്ങനെ അറിയാതിരിക്കും, അങ്ങനെ അറിയാതിരിക്കും, അത് അപ്പൊ ചീറ്റിംഗ് ആയില്ലേ? അവർ നമ്മളത് ട്രാൻസ്പെറന്റ് ആയിട്ട് ആദ്യം പറയാണ്. നമ്മളിപ്പോ ഒരിക്കലും കാണാത്ത ഒരാളുമായിട്ടൊക്കെ വാട്സപ്പ് വഴിയൊക്കെ പ്രണയിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ ജെൻസി പ്രണയത്തിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. കറക്റ്റ്. എന്താ കാരണം, പവിത്രമായിട്ടുള്ളതില് എന്റെ സെയിം സ്റ്റാൻഡേർഡ് ആണോ എന്ന് നോക്കില്ല. അവിടെ സെയിം സ്റ്റാൻഡേർഡ് ആണോ നോക്കൂല. ഇത് എന്റെ സെയിം സ്റ്റാൻഡേർഡ് ആണോ ഇൻകം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പ്രണയത്തിലെ പവിത്രമായിട്ടുള്ള എലിമെന്റ് ഇതാണ്. പൈസ നോക്കില്ല. കാലത്ത് സ്ത്രീകളും അധ്വാനിക്കുന്നവരാണ്, പുരുഷന്മാരും അധ്വാനിക്കുന്നവരാണ്. അപ്പൊ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർ നോക്കും. ഇല്ലെങ്കിൽ ഈഗോ പ്രോബ്ലംസും കാര്യങ്ങളും കൂടുതലായിട്ട് വരും. സാർ ചോദിച്ചു നോക്കും, സാറിന്റെ ക്ലിനിക്കിലും അങ്ങനത്തെ കേസസ് വന്നിട്ടുണ്ടാവല്ലോ. അതായത് രണ്ടുപേരും എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ, അത്യാവശ്യം തൊട്ടില്ലെങ്കിൽ ഉള്ള കാര്യം പറയാം, ഈഗോ ക്ലാഷ് ഉണ്ടാവൂ. ഈഗോ ക്ലാഷിൽ വരുന്ന ആൾക്കാർ കുട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നവര്, പട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നവര്, ഉള്ള പ്രണയം, ഇല്ലാത്ത പ്രണയം, ഇന്റർനെറ്റ് പ്രണയം, വാട്സാപ്പ് പ്രണയം, കണ്ട പ്രണയം, കാണാത്ത പ്രണയം, ഇങ്ങനെ എല്ലാത്തിന്റെയും പേരിൽ വഴക്ക് വരാറുണ്ട്. മനുഷ്യനാണെങ്കിൽ വഴക്കുണ്ടാക്കുന്നുള്ള ഷുവറാണ്. ഇവിടെ ക്വസ്റ്റൻ ഇസ് ഓൺലി അബൌട്ട് അഫെക്ഷൻ, ലവ്, പ്രണയം, സ്നേഹം. ആ ഒരു കാര്യം മാത്രം പറയുന്നതുകൊണ്ടാണ് ഇത്രയും ലിമിറ്റഡ് ആയിട്ട് പറയുന്നത്. നമ്മുടെ ടീച്ചർ യാത്ര തിരിച്ചപ്പോഴേ ഇതൊന്നും ഇങ്ങനെയാന്ന് വിചാരിച്ചില്ല, ഞെട്ടിയിരിക്കുക ടീച്ചറെ. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ സാറ് പറഞ്ഞ കാര്യം തന്നെ, ഇപ്പൊ വാട്സപ്പിലൂടെ ഒക്കെ പറയും കുട്ടിക്കും പട്ടിക്കും പ്രശ്നം ഉണ്ടെന്നല്ലേ പറഞ്ഞു. വാട്സപ്പിലൂടെ ഒക്കെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ മാഡം പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേ, അതായത് എന്റെ പ്രണയം എങ്ങനെയായിരിക്കണം, അത് സാമ്പത്തികമായും സുസ്ഥിരതയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ, ഒരു എക്കണോമിക് സെക്യൂരിറ്റി. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാട്സപ്പിലൂടെയുള്ള പ്രണയം, അത് കഴിഞ്ഞിട്ട് ഇവർ എവിടെയെങ്കിലും വെച്ച് പ്രണയം അങ്ങ് തീക്ഷ്ണമായതിനു ശേഷമാണല്ലോ ഇവർ കാണുന്നത്. ഈ കാണുമ്പോഴത്തേക്ക് ഇവർ ഉദ്ദേശിച്ച ആളല്ല, ഉദ്ദേശിച്ച രീതിയല്ല, ഇതൊന്നും അല്ലാതെ വരുമ്പോഴത്തേക്ക് ഇവര് എന്താ വെരിഫൈ ചെയ്തിട്ടല്ലേ നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ. ഇത് അറിയാതെ പ്രണയിച്ചു. അപ്പൊ ടീച്ചർ അറിയാതെ പ്രേമിക്കാൻ പറ്റില്ല. ഈ ആളിനെ
ചെയ്ത് അറിയാതെ പ്രേമിക്കുന്നത് പ്രേമവുമല്ല, അത് പ്രേമമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. യു കാണ്ട് അൺനോയിങ്ലി ലവ് സംവൺ. സി ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഒരാളെ മനസ്സിലാക്കി അവരെ കണ്ടുമുട്ടി, അതിപ്പോ വീഡിയോ കോളിലും നമുക്ക് അവരെ കാണാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അത് പ്രണയമാവുന്നത്. മറ്റേത് വെറും ഇൻഫാക്ച്വേഷൻ. ഒരു കാര്യം ഇവർ രണ്ടുപേരോട് ചോദിച്ചു നോക്ക്, ഇവര് ഭാര്യ ഭർത്താവാണല്ലോ, ഇവര് പ്രണയിച്ച് നടന്ന കാലത്തുള്ള കാര്യങ്ങളിൽ ഒരു 60% കറക്റ്റ് ആവും എല്ലാം കഴിച്ചു കഴിയുമ്പോൾ. ബാക്കി 40% അടിച്ചു കയറി തള്ളല. നിങ്ങളുടെ ഭാഷയെ പറഞ്ഞു ഇവയുടെ ഒരു ഗ്രോത്ത് പാറ്റേൺ ഞാൻ കണ്ടിട്ടുള്ളതാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ സ്പെൻഡ് ചെയ്ത കാലവും അറിയാം, കളരി ആശാന എഴുതുന്ന സമയവും അറിയാം, സിനിമയിൽ കയറി കഴിഞ്ഞിട്ട് അറിയാം, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അറിയാം. ഐ റെസ്പെക്ട് ഹിം ഫോർ ദാറ്റ്. കാരണം അവിടെ പ്രണയം എത്രത്തോളം തൊഴിലിനോടുണ്ടായിരുന്നു അത്രത്തോളം ജീവിതത്തിനോടും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാര് ഇപ്പൊ ബാങ്ക് ബാലൻസിനോട് എത്ര പ്രണയമുണ്ടോ അത്രത്തോളം പ്രൊഫഷനോട് പ്രണയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പറയുന്നത് അങ്ങനെയാണ്. ജനറലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ സബ്ജക്ട് ജനറലൈസ് അല്ല. ഇപ്പൊ പറഞ്ഞു എല്ലാവരും എക്കണോമിക്കൽ അറിഞ്ഞാലും പറഞ്ഞു എക്കണോമിക് സെക്യൂരിറ്റി അഥവാ ബാങ്ക് ബാലൻസ്. സർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ നോക്കിയിട്ടേ പ്രണയിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു എക്കോണമിയിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ യു നീഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. രണ്ടുപേർക്കും ജോലി, അറ്റ്ലീസ്റ്റ് യു ഷുഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്. അന്ന് വെച്ചിട്ട് ഭയങ്കര മില്യണിയർ ആയിരിക്കണം അല്ലെങ്കിൽ ഹൈഫൈ ഫാഷൻ ആയിരിക്കണം. ഒറ്റൊരു കാര്യം പറഞ്ഞുതരാം, മില്യണയർ ആയിരുന്ന പല ആൾക്കാരും ഇപ്പൊ ഒളിച്ച് മില്യണയർ അല്ലാതെ കാശ് പോലും ഇല്ലാതെ നടപ്പുണ്ട്. എല്ലാം പൊളിയാൻ ഒരു ദിവസം പറയുന്നത് നോബഡി വാണ്ട്സ് എ ലോട്ട് ഓഫ് മണി ഹിയർ. വി സേയിങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പറയുന്ന ഉദ്ദേശം. തന്നെ ഇത്തിരി പൈസയുള്ള ചെക്കനാണെങ്കിൽ നിങ്ങൾ നോക്കോ എന്നുള്ളതാണ്. ആ ചോദ്യം തന്നെ തെറ്റാണ്. എന്തുകൊണ്ട് ഒരു പെണ്ണിനെ നയിച്ചുകൂടാ? ഇപ്പൊ പണ്ട് ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോ അതില് സ്ത്രീക്ക് എന്താ കുടുംബം നോക്കാൻ കഴിയില്ലേ? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട്. അത് മാത്രല്ല ആ ചോദ്യം തന്നെ തിരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു മാൻ ആണ് ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന, ഫിനാൻഷ്യലി ഒരു ബ്രെഡ് വിന്നർ എപ്പോഴും മാൻ ആണ് ഒരു ഫാമിലി. ആ ചിന്താഗതി തന്നെ മാറി തുടങ്ങി. ഇപ്പൊ ഈക്വലി പെൺകുട്ടികളും പഠിച്ച് ജോലി ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് കിട്ടി. ഇനി ആണ് കാണൽ വേണോ അതോ പെണ്ണ് കാണൽ? അത് നേരത്തെ കഴിഞ്ഞു. ഓക്കെ, ആണുങ്ങളെ പൈസ ഉണ്ടാക്കാൻ പാടുള്ളൂ, പെണ്ണുങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതി തന്നെ പഴയ കാലം കൊണ്ട്. അങ്ങനെയല്ല, ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്നു. ഞാൻ നന്നായിട്ട് ഞാൻ ഏൺ ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും അതുപോലെ തന്നെ പെൻഷൻ ആണെങ്കിലും സാമാന്യം നല്ല പെൻഷൻ കിട്ടുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആണാണേലും പെണ്ണാണെങ്കിലും ശരി, പെൺകുട്ടി ഒരു ആൺകുട്ടിയെ നോക്കുമ്പോഴും ആൺകുട്ടി പെൺകുട്ടിയെ നോക്കുമ്പോഴും സാമ്പത്തിക സുസ്ഥിരത ഉണ്ടോ എന്ന് നോക്കും. രണ്ടിടത്തും നോക്കും. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പണ്ടൊരു കല്യാണം കഴിപ്പിക്കുമ്പോ ചെക്കന് നല്ല ജോലി ഉണ്ടോ, ചെക്കന് വരുമാനം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ കല്യാണം കഴിപ്പിക്കുള്ളായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പെണ്ണിന്റെ വീട്ടുകാരോട് നിങ്ങൾക്ക് എത്ര സ്ത്രീധനം തരാൻ പറ്റും എന്നുള്ള ചോദ്യം അങ്ങോട്ടും ചോദിക്കുമായിരുന്നു. അപ്പൊ പണ്ടും ഇതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി നോക്കിയിട്ട് തന്നെ എല്ലാവരും കല്യാണം കഴിച്ചിരുന്നതും പ്രേമിച്ചിരുന്നതും ഒക്കെ. പ്രായം ചെന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉള്ളത്. ഇപ്പൊ ഉള്ള പിള്ളേരെന്ന് വെച്ചാൽ ഈ പ്രായം ചെന്ന ആൾക്കാർ ബഹുമാനമില്ല. പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും, നമുക്ക് വഴിക്ക് പോകാൻ പറ്റൂല. അതുപോലെ തന്നെ ഈ പാർക്കിലേക്ക് രണ്ടൂന്ന് കുട്ടികളുമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ കുട്ടികൾ വേണം മാറിപ്പോക്കൊള്ളണം. നമുക്ക് അസൂയ തോന്നുന്നത് കാണുമ്പോ. അല്ല, ഇങ്ങനെയുള്ള കാഴ്ച കണ്ടാല് കുഞ്ഞു കുട്ടികളായിട്ട് പാർക്കിൽ വരുമ്പോഴത്തേക്കും ഇതിങ്ങൾ ഇരിക്കാൻ കാണുമ്പോ അന്ന് ഒന്ന് മാറി കൊടുക്കണ്ടേ? അതാണ് ചേട്ടന്റെ പ്രശ്നം. സാർ, ഈ ബഹുമാനം വരുന്നത് ഈ പ്രായത്തിലല്ല സാർ, പ്രായത്തിലല്ല, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. പ്രേമൊന്നും നേരെ അവസാനം കാരണന്മാർക്ക് തലവേനാവുള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, ചേട്ടൻ ഈ പാർക്കിൽ പോരും. ഇപ്പൊ രണ്ടുപേർക്കും ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ളത് നോക്കിയിട്ടാണ് ഇപ്പൊ ആൾക്കാർ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പണ്ടത്തെ ആൾക്കാരില് ആണുങ്ങൾക്ക് മാത്രമാണ് ജോലികളെന്നും പറഞ്ഞ് പെണ്ണുങ്ങളെ നമ്മളൊരു താഴ്ത്തു നിർത്തുമായിരുന്നു പണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതല്ല, ഭർത്താവ് ജോലി ഉണ്ടെ പറയും ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ. അതെ അതെ, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഒരു എംപ്ലോയിങ് ഒരു ഇതാണെങ്കിൽ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അഭിപ്രായം കേട്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി. പിന്നെ ഞാൻ ആ മുഖത്തെ നോക്കില്ല. കാര്യം എന്താ അറിയോ, ഇന്ദിലേഖ പറഞ്ഞു അഥവാ ഈ ഒരാളെ അറിയാതെ അയാളുടെ സാമ്പത്തിക സാഹചര്യമൊന്നും അറിയാതെ അങ്ങ് പ്രേമിച്ചു. അവസാനം ബാങ്ക് ബാലൻസ് ഒക്കെ 0 ആണെന്ന്
പ്രേമിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പ്രേമിക്കില്ല. ആരാ പറഞ്ഞത്? പ്രേമിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളത് വെരിഫൈ ചെയ്യുന്നതാണ്. അറിയാണ്ട് അങ്ങനെ അറിയാത്ത കാണാതെ ഒന്നും അങ്ങനെ പ്രേമിക്കില്ല. നമ്മൾ അത്രയും stupid. അങ്ങനെ പറഞ്ഞു. അപ്പൊ പാതി വഴി ഇറങ്ങി പോകുമെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ വാക്കുകൾ തൊണ്ടേ കുരുങ്ങി. ഒരു പെൺകുട്ടി ആണിൽ നോക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അയാൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെയല്ല. ഇപ്പൊ അഫ്കോഴ്സ് അത് ഹ്യൂമൻ നേച്ചർ ആണ്. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ. അത് ഹ്യൂമൻ നേച്ചർ ആണ്. അതായത് കൂടുതലും പണ്ട് കാലത്ത് ഈ തന്നേക്കാൾ പൊക്കം കൂടിയ ആളുകള് അല്ലെങ്കിൽ തന്നേക്കാൾ വലിപ്പം കൂടിയ ആളുകളെ കൂട്ടി കല്യാണം കഴിപ്പിക്കുന്നതിന്റെ കാര്യം എന്താ, അവർ ആ സേഫ്റ്റിനെ സെക്യൂരിറ്റി അങ്ങനെയാ കണ്ടിരുന്നത്. രണ്ടാമത് നോക്കുന്ന കാര്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അഫ്കോഴ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കും. കാരണം നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ പെൺകുട്ടികൾ അധ്വാനിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ തന്നെയാണ്. ഇനിയിപ്പോ ഹസ്ബൻഡിന് അതിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ അത് നോക്കാനും ഞങ്ങൾ റെഡിയാണ്. അതിനാണ് അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത് ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഫിസിക്കൽ അട്രാക്ഷൻ മൂന്നാമതാണ് വരുന്നത്. പക്ഷെ ഇത് ഞാൻ ആദ്യം വരുമോ? അതുകൊണ്ടാണ് വായുനോട്ടം ആണുങ്ങളിൽ കൂടുതൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. അയ്യോ, ഇക്കാലത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലേ. ഏറ്റവും കൂടുതൽ കമന്റ് അടിക്കുന്ന സ്ത്രീകളാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ല, ഒരു കാര്യമുണ്ട്. നേരത്തെ രേഷ്മ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷനും കൂടെ, സെറട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ പറഞ്ഞു. അതിൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഹോർമോൺ അത് സെക്രീറ്റ് ആവുന്നത് മറ്റുള്ളവരെ സഹായിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഹോർമോണും കൂടിയാണ് സെറട്ടോണിൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന, മേ ബി ആപ്പിൽ പെടുന്ന ആളെയോ രക്ഷപ്പെടുത്തുന്ന ആ സമയത്ത് തമ്മിൽ തോന്നാവുന്ന, അത് ഈവൻ ടു എൻ എക്സ്റ്റെന്റ് നമ്മുടെ ഒരാളെ തടവിലാക്കിയ ആളെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരെയുണ്ട്. അങ്ങനെ ആവുന്നത് ഈ സെറട്ടോണിൻ റിലീസ് കൊണ്ടാണ്. ഡോപ്പമൈൻ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ആഗ്രഹങ്ങൾ, കവിത എഴുതുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഇതെല്ലാം ഡോപ്പമൈൻ റിലീസാണ്. ഒരാളുടെ ഡാൻസ് കണ്ട് വേറൊരാളെ ഇഷ്ടപ്പെടാം, അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒന്നും നോക്കത്തില്ല. ഒരാൾ എഴുതുന്ന കവിതകൾ ഇഷ്ടപ്പെടാം, അവൻ അട്രാക്ഷൻ. അത് ഒരിക്കലും ലവ്, പ്രേമ, റിലേഷൻഷിപ്പ്. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കുഞ്ഞേ. ഇത് അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് ഒന്ന് എത്തിച്ചോട്ടെ. ഈ 3 ഹോർമോൺസ് അവർക്ക് പറയണമെന്ന് ഒരു നിമിഷം അത് പറഞ്ഞു അല്ലേ? ജെൻസിയാണ്. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് അത് വേറെ ഒരു ക്വസ്റ്റനിലേക്ക് വരാം. ഓക്സിറ്റോസിൻ റിലീസ് നമുക്ക് മെഡിറ്റേഷനിലൂടെ വരാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബൈ ചാൻസ് നമ്മൾ ഒരാളുടെ ഒരു കഴിവ് കണ്ട്, അല്ലെങ്കിൽ ഡോപ്പമൈൻ റിലീസിലോ, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു സൈലന്റ് മൊമെന്റിൽ കിട്ടുന്ന സമാധാനത്തിൽ അതാണ് സമാധാനം എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചോ, അവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അത് അങ്ങനെ ഉണ്ടാവില്ല. പൈസ ആദ്യം നോക്കണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയാൽ മാത്രമാണ് അത് പ്രണയം എന്ന് പറയുന്നത്. കണ്ടു, ഇൻഫാക്ച്വേറ്റഡ് ആയിപ്പോ നമ്മൾ ഒന്ന് ചിരിച്ചു, കൺഗ്രാചുലേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് അവിടെ തീർന്നു. അതിന് പിന്നെ അപ്പുറത്തേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നുള്ളത് ഒരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ കണ്ട ഉടനെ ഈ സ്വൈപ്പ് റൈറ്റ് ചെയ്തും സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്തും നെക്സ്റ്റ് ഡേ തന്നെ ഓക്കെ നമുക്ക് കല്യാണം കഴിക്കാൻ നല്ല പറയുന്നത്. പഴയ പ്രണയമാണ് നല്ലതെന്നല്ലേ ഇപ്പൊ പറയണേ? ഇപ്പൊ അല്ലല്ല, നമ്മൾ കുറച്ചുകൂടെ മാം ആണെങ്കിൽ പറയുന്നത് ജെൻസി പറയുന്നത് പതുക്കെ സമയം എടുത്ത് വേണം തീരുമാനിക്കാൻ, പണ്ടത്തെ പ്രണയത്തെ പോലെ. അത് നമ്മള് പെട്ടെന്ന് ചാടി വീണു, ഇത് കൺവെർട്ട് പ്രണയല്ലോ. നമ്മള് പെട്ടെന്ന് നമ്മള് ഡിസിഷൻ എടുക്കാൻ നമ്മളും ടൈം എടുക്കുന്നുണ്ട്. ബട്ട് വി ടേക്ക് ടൈം. നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് എടുക്കുന്നു എന്നുള്ളതിൽ തെറ്റായിട്ടാണ് അവർ പറയുന്നത്. തെറ്റില്ല. ഒരു 12 മിനിറ്റ് എന്നുള്ളത് ഒരു 12 ദിവസമെങ്കിലും ആയാൽ കൊള്ളാം. കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെ ഇതാണ്. അതായത് എന്നിലും സാറിലും ഒരുപോലെ അല്ല അത് പ്രവർത്തിക്കുന്നത്. എനിക്കിപ്പോ ലോങ് ടേമിലോട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരസ്റ്റമോൾ മാത്രം പോരാ പനിക്ക്. ഓരോ ആൾക്കാർക്ക് ഓരോ മരുന്ന് കണ്ടുപിടിക്കും. ഓക്കെ അഞ്ജു, അപ്പൊ ഈ ഒരു പ്രണയകാലത്ത് ഉള്ള ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജീവിച്ചോണ്ടിരിക്കുകയാണല്ലോ. ടെൻഷൻ ഉണ്ടോ? എനിക്കോ? എന്തിന്? അല്ല, ഉണ്ടോന്ന് ചോദിക്കാൻ. ഇല്ല, എനിക്കൊരു ടെൻഷനും ഇല്ല. ഇല്ല, ചോദിക്കുന്നത് എനിക്കുള്ളൂ ടെൻഷൻ. എന്റെ റിലേഷൻഷിപ്പില് ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഹാപ്പി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയാ, ആൾക്കാർ ഉടനെ വിചാരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഒരു വഴക്കും ഇല്ലാതെ പോകുന്നിരുന്നല്ല. അങ്ങനല്ല അതിന്റെ
മീനിങ്. വഴക്കുകൾ ഉണ്ടാകും, പക്ഷെ അതിന്റെ ഒരു ബൗണ്ടറി വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അങ്ങനെയാണ്. ഈ കളരിക്കാരി ഒന്നും സംസാരിക്കുന്നില്ല. കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കാൻ. ഈ കളരിക്കാരനെ കുറിച്ച് ഒരുപാട് വലിയ അഭിപ്രായമൊക്കെ അദ്ദേഹം പറഞ്ഞു. പകുതി ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. ഇല്ല, അത് 100% കറക്റ്റ് ആണ്. ആള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, എല്ലാം ആണ്. ഞാൻ ഒരു 5 years ആവണു പരിചയപ്പെട്ടിട്ട്. അപ്പൊ അന്ന് തൊട്ട് എനിക്ക് എന്നാ കിട്ടിയത്? ഞങ്ങളൊരു കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു. അന്ന് തൊട്ട് ആള് ഫിലിമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതും എല്ലാം നല്ല അധ്വാനിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബാങ്കിങ് മര്യാദയിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് പറയും? പ്രണയം എപ്പോഴും നല്ലത് തന്നെ, സാഹചര്യങ്ങളും വ്യത്യാസമുണ്ട്. പ്രണയം ഒന്ന് തന്നെ, പക്ഷേ പ്ലാറ്റ്ഫോം മാറിയതേ ഉള്ളൂ. പുതിയ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവരിപ്പോ ചെറിയ കുട്ടികളാണ്, അപ്പൊ അവര് വളരെ ശക്തമായി പറയുന്നുണ്ട്. ഇപ്പൊ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ ഒരുമിച്ച് താമസിക്കുന്നത്. ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ്, പ്രണയമല്ല. ഇപ്പൊ ഒരു ഞങ്ങൾ റൂംമേറ്റ് ആണെന്ന് വെച്ചോ, റൂംമേറ്റിന്റെയും നമ്മള് അവരുടെ എന്താ പറയാ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. ഏത് റിലേഷനിലും അഡ്ജസ്റ്റ്മെന്റ് വേണമല്ലോ. അല്ലാണ്ട് ഇപ്പൊ റൂംമേറ്റ്, മാമിന്റെ മോന്റെ റൂംമേറ്റ് ഒരു ഡ്രഗ് അബ്യൂസർ ആണ്, അത് സഹിക്കണോ? വേണ്ട. അതേപോലെ ഡ്രഗ് പോലെ തന്നെയാണ് ടോക്സിക് ആയിട്ടുള്ള ട്രൈറ്റ്സും ആൾക്കാർ കൊണ്ടു നടക്കുന്നത്. ഈ ഡ്രഗ്സും ഡ്രങ്കാർഡ്സും മാത്രമല്ലല്ലോ, വേറെ അല്ലാണ്ടുള്ള മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞോ നമുക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇത് നമ്മള് ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ളതുകൊണ്ട് പറയാണ്, പല ഫാമിലി ഇതിലും ഡ്രങ്കാർഡ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ഉഴപ്പന്മാരാണെങ്കിലും ആ ഫാമിലിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊരു ഫാക്ടല്ല. ഇപ്പൊ ഡ്രങ്കാർഡ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. ഒരു മെസ്സേജ് ആണത്. അല്ല, ഈ പറഞ്ഞതിലൊരു ഡൗട്ട് ചോദിക്കാൻ, വെള്ളം അടിച്ചു വന്ന് അത്രയും ദേഹോപദ്രവം ചെയ്ത് വായും കൊണ്ടാണേലും അത്രയും ചീത്ത പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാം മറന്നിട്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലായിരുന്നു നിന്നെ ചെയ്ത്, ഞാൻ വേറെ ആരെ പോയി ചെയ്യുമെന്ന് ചോദിച്ചു. അത് സഹിക്കണോ? എത്ര നാള് സഹിക്കുന്നത്? സഹിക്കണ്ട. നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. ജെൻസിക്ക് മാം കൊടുത്തൊരു അഡ്വൈസ് ആണ്, നമുക്ക് റിലേഷൻഷിപ്പിലായാലും എന്തായാലും ഡ്രഗ് അബ്യൂസ് ആയാലും എന്തായാലും അഡ്ജസ്റ്റ് ചെയ്താൽ സുഖമായിട്ട് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലോട്ട് പോകണം. പ്രത്യേകിച്ച് എല്ലാ മീൻസ് ആണായാലും പെണ്ണായാലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലോട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. പക്ഷെ നമ്മൾ തുടക്കത്തിലേ അറിയണമെന്നില്ല ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന്. തെറ്റും ശരിയും അങ്ങനെയില്ല. തെറ്റുകളും ലിമിറ്റേഷൻസും ഉണ്ടാവും. ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കാനും അത് എന്താന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ആ ബൗണ്ടറി കീപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് വേണ്ടത് ഒരു റിലേഷൻ. പണ്ടത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇങ്ങനെ വിട്ടുമാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ കൂടിയും അവർക്ക് പോകാൻ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒരു ഹസ്ബൻഡ്, കുട്ടികള്, അവര് ശരിക്കും ആ ഒരു കുടുംബത്തിൽ നിൽക്കുന്ന തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അവർക്ക് അത്രയും ഹാപ്പി ആയതുകൊണ്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജെൻസി കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പ് പാർട്ട്ണർഷിപ്പിലോട്ട് നോക്കുവാണെങ്കിൽ അവർ കുറച്ചും കൂടെ എന്താണ്, എന്റെ കുട്ടികളായാലും ഞാൻ നോക്കിക്കോളാം, നിങ്ങളില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങളെ സഹിച്ച് എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത്. പണ്ട് ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു പേടിയാണ് സൊസൈറ്റി, അവരെന്ത് വിചാരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു പേടി നമുക്ക് ഇല്ല, നമുക്കത് കുറവാണ്. കാരണം നമ്മുടെ ലൈഫാണത്, നമുക്കത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതാണ് പ്രശ്നം. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോ അവർക്ക് അത്രയും കൂടെ പേടി ഉണ്ടാവില്ല, അത് നിങ്ങൾ ഫേസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഈ സംവാദം കാണുമ്പോൾ എന്താ ഇതിന്റെ ഒരു പ്രസക്തി എന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ ജെൻസി ആയാലും പഴയ തലമുറയായാലും ഒരു പ്രണയകാലത്തിന്റെ ഓർമ്മയ്ക്ക് അവതരിപ്പിച്ച ഒരു സംവാദമായി കൂട്ടിക്കൊള്ളൂ. കാരണം എന്തൊക്കെയാണ് ഈ പുതിയ കാലത്തിലെ കുട്ടികളുടെ മനസ്സിൽ ഉള്ളത് എന്ന് കുറച്ചെങ്കിലും അറിയാൻ കഴിഞ്ഞില്ലേ. അപ്പോൾ അവര് സാമ്പത്തികമായ സുരക്ഷിതത്വമില്ലെങ്കിൽ ചിലപ്പോൾ മുറിച്ചെന്നിരിക്കും. അതുവഴി പോകുന്നവർ ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.